ങ്ങളും ചിന്തിക്കുവാനായിട്ട് ഇടയായി. നമ്മൾ ഇന്ന് പകൽ നേരവും ചില വചനങ്ങളെ നമ്മൾ ചിന്തിച്ച് ദൈവസന്നിധിയിലേക്ക് താണിരിക്കാൻ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു. സ്തോത്രം. നമ്മുടെ ശ്രദ്ധയ്ക്കായിട്ട് സ്തോത്രം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം മുതൽ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനും നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആമേൻ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് താൻ കൊരിന്ത് സഭയ്ക്ക് 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ പല വിഷയങ്ങളെ ഈ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയിരിക്കുന്ന ലേഖനമാണ് 2-ാം ലേഖനം. സ്തോത്രം. ഹല്ലേലൂയ. ശുശ്രൂഷയെക്കുറിച്ചുള്ള വിശകലനം ശക്തമായി കൊടുക്കുന്ന ഒരു അധ്യായമാണ്, ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ ഒരു ലേഖനമാണ് ഈ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം എന്നുള്ളത്. അപ്പോസ്തോലിക ശുശ്രൂഷയെക്കുറിച്ചും അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചൊക്കെ വളരെ സവിസ്തരം വെളിപ്പെടുത്തുകയാണ് 2-ാം ലേഖനം ഉണ്ടാകുന്നത്. എന്നാൽ 2-ാം ലേഖനത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്തോത്രം അതിൻ്റെ എൻഡ് സൈഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ കാണുന്നതാണ് നമ്മൾ 11-ാം അധ്യായം. 11-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് വളരെ ശക്തമായി സഭയിൽ പൗലോസ് ഉദ്ധരിക്കുന്ന ഒരു കാര്യമാണ് ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച്. കാര്യം അവിടെ സ്തോത്രം പൗലോസിന്റെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപയാൽ പൗലോസ് പ്രാപിച്ച വെളിപ്പാടിനാൽ പൗലോസിന് ഗ്രഹിച്ചൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ദൈവസഭ ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്നു. അപ്പോൾ തന്നെ ദൈവത്തിന്റെ കൃപ വിട്ടു മാറുന്ന ചിലരെ നടത്തേണ്ടതിന് മറ്റൊരു പ്രോഗ്രാം ദൈവസന്നിധിയിലുണ്ട്. ദൈവത്തിന് മറ്റൊരു അജണ്ടയുണ്ട്. കർത്താവിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ ദൈവകൃപയിൽ നിൽക്കാത്ത വ്യക്തികളെ ദൈവകൃപയിൽ നിൽക്കാതെ കാരണം അവർ പിന്മാറിക്കഴിയുമ്പോഴും അവർ വിശുദ്ധന്മാരുടെ അടുക്കൽ ഇരിക്കുകയാണ്. പക്ഷെ അവർ നടത്തപ്പെടേണ്ടതിന് ദൈവം ഒരു പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ മിസ്റ്റീരിയസ് ആയിട്ട് തോന്നും ഇതെന്നെ പറയുന്നതെന്ന്. അത് വചനം ആഴത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പലർക്കും സംശയം ഈ വിഷയത്തെക്കുറിച്ച് വരുന്നത്. ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം നമ്മൾ 11-ാം അധ്യായം വായിച്ചപ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന. അടുത്ത വാക്യം, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അടുത്ത വാക്യമാണ് അതിന്റെ പ്രസക്തമായ കാര്യം എന്താണെന്നുള്ളത്. അവിടെ വായിക്കുന്നത്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ. അടുത്തത്, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. വളരെ വ്യക്തമായി ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ അനേകർ ഇത് കണ്ട് പൊറുക്കുന്നു. ആമേൻ. അതായത് ദൈവസഭയ്ക്കകത്ത് മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നവരുണ്ട്, മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നവരുണ്ട്, അതുപോലെ മറ്റൊരു ആത്മാവിനാൽ ലഭിക്കുന്ന അഭിഷേകങ്ങളും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു ആത്മാവിനാൽ ലഭിക്കുന്ന അഭിഷേകം സഭയ്ക്കകത്തുണ്ട്. അത് ദൈവത്തിന്റെ ഉപദേശത്തിൽ നിൽക്കാത്ത സകലരെ നടത്തുന്നത് ആ മറ്റൊരാത്മാവായിരിക്കും.
ആ മറ്റൊരു ആത്മാവ്, മറ്റൊരു സുവിശേഷം, മറ്റൊരു യേശു. ആമേൻ. ഈ 3 കാര്യം വളരെ സ്തോത്രം കേന്ദ്രീകരിച്ച് ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ വില കൊടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണത്. ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ട ഓരോരുത്തരും ഈ എഴുതിയിരിക്കുന്ന കാര്യം എന്താണെന്ന് വളരെ ആഴത്തിൽ ഗ്രഹിക്കണം. കാരണം ഹല്ലേലൂയ, അനേകർ ഓടുന്നെങ്കിലും അവരുടെ ഓട്ടത്തിന് പ്രതിഫലമില്ലാതെ പോകാൻ പോവുകയാണ്. അനേകർ ലക്ഷ്യം തെറ്റി പോകാൻ പോവുകയാണ്. ചോദിച്ചാൽ ഓട്ടക്കളത്തിലാണെന്ന് പറയും. പക്ഷെ അവർക്ക് വരച്ചു കൊടുത്തിരിക്കുന്ന ട്രാക്ക് വിട്ടാൽ ഫൗളായി. അപ്പോൾ മറ്റൊരു അഭിഷേകം ഉണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പോലെ തന്നെ പ്രാപിക്കുകയും ചെയ്യും. കൈവച്ച് അപ്പോസ്തലന്മാരുടെ കൈവപ്പോടുകൂടെയോ അല്ലെങ്കിൽ ശുശ്രൂഷകളുടെ കൈവപ്പോടുകൂടെയോ അത് പ്രാപിക്കും. പക്ഷേ മറ്റൊരു യേശുവും മറ്റൊരു സുവിശേഷത്താലും വരുന്നതാണ് മറ്റൊരു അഭിഷേകം, മറ്റൊരു ആത്മാവ്. ആമേൻ. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിന്തിച്ചതുപോലെയുള്ളൊരു റൂട്ടിലല്ല ദൈവം തന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ മനസ്സൊക്കെ സഭയാകുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, സഭയാകുന്നത് തന്റെ പിതാവായ ദൈവത്തിന്റെ ആത്മാവ് ഏതു മനുഷ്യനിൽ വസിക്കുന്നോ ആ വ്യക്തിയാണ് ദൈവത്തിന്റെ സഭ. നിങ്ങൾ എന്റെ മന്ദിരവും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് വസിക്കുന്ന വ്യക്തികളാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ ആ അനുഭവം വിട്ട് മറ്റൊരാത്മാവിലേക്ക് തിരിയുവാനുള്ള സാധ്യത വളരെയേറെ ഉണ്ട്. എന്നാൽ കൊരിന്ത് സഭയ്ക്കകത്ത് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. മറ്റൊരു യേശുവിനെ കുറിച്ചും സുവിശേഷം അനുശാസിക്കാത്ത മറ്റൊരു സുവിശേഷവും പ്രസംഗിക്കുമ്പോൾ അവിടെ അഭിഷേകത്തിന്റെ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് കണ്ട് കൊരിന്ത്യ ജനം പോട്ടെ, സാരമില്ല, അവരും മുമ്പോട്ട് പോട്ടെ, കുഴപ്പമൊന്നുമില്ലെന്ന്, അവരും ദൈവത്തിന് അവകാശി ആയിക്കോളെ എന്ന് പറയുന്ന വ്യാജന്മാർ കയർന്നു വരികേണ്ടി വരികയാണ്. കാരണം നമ്മളിത് ശ്രദ്ധിക്കും, ഇത് പറയുമ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതേ കൊരിന്ത്യ ലേഖനത്തിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുമ്പോൾ സ്വന്തം ഒന്നെടുത്തോട്ടെ, സ്വന്തം നമ്മൾ കൊരിന്ത്യ ലേഖനം പഠിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായ ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ 1 കൊരിന്ത്യറാണ്. 1 കൊരിന്ത്യർ ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. ചില വചനങ്ങളുണ്ടായിരുന്നു, വളരെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതിന് നമ്മൾ കാണുന്നത് അതായത് ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നുമില്ല. അങ്ങനെ ഒരു വചനമുണ്ട്. സ്തോത്രം. ഈ പല വാക്യങ്ങളെടുത്ത് വായിക്കുന്നുണ്ട്, എവിടെയാണെന്ന് പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. സ്തോത്രം. എങ്കിലും സ്തോത്രം അതിൽ സ്തോത്രം. ആമേൻ, സ്തോത്രം. കുഴപ്പമില്ല, നമുക്ക് ആ ഭാഗം വിട്ടേക്ക്, നമുക്കത് തുറന്നു വായിക്കാൻ കിട്ടും. ആമേൻ, ഹല്ലേലൂയ. നമുക്കതിൻ്റെ തുറന്നു വായിച്ചേ. തുറന്നു വായിക്കേ. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുന്ന ആശ്ചര്യം അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്തവനെങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല. ഞങ്ങൾ അത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാ വിധത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്യുമോ? ഇവിടെ ശ്രദ്ധിക്കണം, പൗലോസ്
കൊരിന്തിയ സഭയിൽ കൊരിന്ത്യര് വീണുപോയ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു. അവിടെ മറ്റൊരു ആത്മാവിന്റെ അഭിഷേകം ലഭിച്ച കുറെ പേര് അവിടെ മറ്റൊരു സുവിശേഷത്തിലും മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയാണ്. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും ആ അധപ്പതിച്ച സ്ഥിതിയിൽ നിന്ന് അവരെ ഉയർത്തിയെടുക്കണം. അവിടെ പൗലോസ് ഉപയോഗിക്കുന്ന പദം വളരെ ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്നത് സ്തോത്രം, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളുടെ അടുക്കൽ സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന്. ശ്രദ്ധിച്ചോ? അപ്പൊ ഇപ്പോ അവരെവിടെ കിടക്കുക? അവർ താഴ്ന്നു കിടക്കുകയാണ്, അവർ വീണ് കിടക്കുകയാണ്. കൊരിന്ത് സഭ വീണ് കിടക്കുകയാണ്. ഇത് ആത്മാവിൽ വിവേചിച്ച പൗലോസ് ഇത് മനസ്സിലാക്കി. ഇവർക്ക് ഈ വീഴ്ച സംഭവിച്ചൊരു കാര്യം, ഇവരിൽ മറ്റൊരു അഭിഷേകം വന്നിട്ടുണ്ട്. അത് മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചു, മറ്റൊരു സുവിശേഷമാണ് അവരിതുവരെ വിശ്വസിച്ചിരിക്കുന്നത്. ആമേൻ. അനേകർക്ക് ഇത് കേൾക്കുമ്പോൾ ഇഷ്ടമല്ല. കാരണം എന്താണെന്നറിയാവോ? വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ലല്ലോ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് അനേകരെ വചനത്തിലേക്ക് വരുന്നില്ല. ഇതിന്റെ അപകടം എന്താണെന്നറിയാവോ? ഇതിന്റെ അപകടം നമ്മൾ കാണുമ്പോ സ്തോത്രം, നമ്മൾ എപ്പോഴും വായിക്കുന്ന വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് മത്തായി സുവിശേഷം, തന്റെ ഗിരിപ്രഭാഷണം. മത്തായി 5, 6, 7 വാക്യങ്ങൾ, നമ്മൾ 5, 6, 7 അധ്യായങ്ങൾ വായിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണമാണ് വായിക്കുന്നത്. ഈ ഗിരിപ്രഭാഷണത്തിന്റെ അകത്ത് വ്യക്തമായി കർത്താവായ യേശുക്രിസ്തു മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോ വ്യക്തമായ കള്ളപ്രവാചകന്മാർ ആരാന്ന് പറയുന്നുണ്ട്. നമ്മളപ്പോൾ ഇതിന്റെ വെളിച്ചത്തിൽ നമ്മൾ വായിച്ച കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ അകത്ത് വെച്ച് മറ്റൊരു അഭിഷേകം, മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം, അതിന്റെ വെളിച്ചത്തിൽ പോകുന്നവർ അവരുടെ ജീവിതത്തിൽ വരുന്ന അനർത്ഥം എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുന്നത്. നമ്മളെല്ലാം വായിക്കും, എല്ലാവരും ഈ വാക്യം വായിച്ചിട്ട് അവന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന കള്ളപ്രവാചകർ ഇത് വായിക്കും ഈ വാക്യം. എന്നിട്ട് വായിച്ചിട്ട് അവന്റെ വിശ്വാസത്തിൽ നിൽക്കാത്തവന് എതിരെ സംസാരിക്കാൻ ഈ വാക്യം അവരും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ വചനം എന്താ എഴുതിയിരിക്കുന്നതെന്ന് പൂർണ്ണ തോതിൽ മനസ്സിലാക്കാതെ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വചനം വളച്ചൊടിച്ച അതിന്റെ അടി വേറെ വരുന്നുണ്ട്. വായിച്ച വാക്യം കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. ശ്രദ്ധിക്കണം, മറ്റൊരു യേശുവിനെ പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ, മറ്റൊരു സുവിശേഷം പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ, മറ്റൊരു ആത്മാവിന്റെ അഭിഷേകം അവരിലേക്ക് പകരണമെന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കണം, ഒന്നും കൂടെ ഞാൻ പറയാം, മറ്റൊരു സുവിശേഷം പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ, മറ്റൊരു യേശുവിനെ പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ, മറ്റൊരു ആത്മാവിന്റെ അഭിഷേകം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ആടിന്റെ രൂപത്തിനകത്ത് വന്നേ പറ്റത്തുള്ളൂ. മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇതുകൊണ്ട് വരുന്നവരെ വിവേചിച്ച് മനസ്സിലാക്കണം, അല്ലേ? ഇന്ന് വിവേചിക്കുന്നില്ല. ഇന്ന് അനേകർ ചെയ്യാത്ത കാര്യം വിവേചിക്കാത്തൊരു തലമുറ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് അനേകരുടെ അജണ്ട. ആത്മാവിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ വണ്ണം കെട്ടപ്പെട്ട് കിടക്കുന്ന അനേകരെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് അനേകർ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സ്വോത്രം വായിച്ചേ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ കായ്ക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം, നല്ല വൃക്ഷം എങ്ങനെയാ നല്ല വൃക്ഷം ആകുന്നത്? ദൈവത്തിന്റെ ആത്മാവ് വസിച്ചാൽ മാത്രമേ നല്ല വൃക്ഷമാകുന്നുള്ളൂ. അത് നല്ല ഫലം പുറപ്പെടുവിച്ചിരിക്കും. ദൈവത്തിന്റെ അഭിഷേകമാണ് വസിക്കുന്നതെങ്കിൽ അതിൽ അവനിലുള്ള കുറവുകേടുകളെ തീർത്താണ് അതിനെ പുറത്ത് കർത്താവ് കൊണ്ടുവരുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, അവിടെ പറയുന്ന കാര്യം ശ്രമിച്ചോ? ആ പദം വളരെ വ്യക്തമാണ്. അവിടെ വായിക്കുന്നത് നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എന്ത് മനസ്സിലാക്കി? അതിന് മറ്റൊരഭിഷേകം, മറ്റൊരാത്മാവിനെ ലഭിക്കുന്ന അഭിഷേകം ലഭിച്ച ഒരുവന് ഒരിക്കലും ആത്മീകനാകാൻ കഴിയത്തില്ല. എന്നാൽ യഥാർത്ഥ അഭിഷേകം പ്രാപിച്ചതിന് അനാത്മീകനാകാനും കഴിയത്തില്ലെന്ന് അതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോ നമ്മളിൽ ഈ വർഷങ്ങളായിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടും ആത്മീകമായ ഒരു ഉണർവ്, ആത്മീകമായ ഒരു പുതുക്കം വരാത്തവരുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് വിവേചിച്ചോണം. മനസ്സിലാകുന്നുണ്ടോ? അലറിയ അവനും അന്യഭാഷ പറയുന്നുണ്ട്, തത്ത പറയുന്നുണ്ട്, പക്ഷെ അവനിരിക്കുന്നത് മറ്റേ അഭിഷേകമാണെന്ന്. ഹല്ലേലൂയ. നമ്മളുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചൊരു കാര്യമാണ്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് ആ വിളിയും തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ കണ്ടപ്പോൾ, നമ്മളിരിക്കുന്ന അഭിഷേകത്താൽ നമ്മൾ ഉറപ്പുവരുത്തണം, നമ്മൾ കുരുടന്മാരല്ലെന്ന് ഉറപ്പുവരുത്തണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ കുരുടന്മാരല്ല, നമ്മൾ ഹ്രസ്വദൃഷ്ടിയുള്ളവരല്ല. അല്ലെങ്കിൽ നമ്മൾ നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നിത്യമായ ഭവനത്തിലേക്ക് നമ്മളുടെ മനസ്സ് ഉയർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അല്ലെങ്കിൽ ലോകത്തിലെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവൻ കയ്യടിയും പ്രാർത്ഥനയായിട്ട് പോകേണ്ട, അവൾ ഇരിക്കുന്നത് മറ്റൊരു ആത്മാവാണെന്നാ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. കുറെ പേർക്ക് വല്ലാത്ത പേടി മാത്രമേ ജീവിതത്തിലുള്ളൂ, ധൈര്യമില്ല. കാരണം പരിശുദ്ധാത്മാവ് പറയുന്നതന്നെ, ഞാൻ നിങ്ങൾക്ക് ഭീരത്വത്തിന്റെ ആത്മാവിനെ, ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ അനാവശ്യ പേടിയൊക്കെ ആർക്കാണെന്നറിയാവോ? അത് കൃപയുള്ളവർക്കല്ല, കൃപയില്ലാത്തവർക്കാണ് ഈ അനാവശ്യ പേടി. അതുകൊണ്ട് സ്തോത്രം, നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷമില്ല, ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ലെന്ന് മനസ്സിലാക്കിക്കോണം. നല്ല വൃക്ഷമാണോ നല്ല ഫലം അത് പുറപ്പെടുവിച്ചിരിക്കണം. അടിസ്ഥാനം പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ, അഭിഷേകത്താൽ ആണോ, സത്യവചനത്താൽ നമ്മൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവാണോ? സത്യമായിട്ടൊരു കാര്യം പറയാം, അങ്ങനെയുള്ളവർ വളർച്ച പ്രാപിക്കും, ഉയർച്ച പ്രാപിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വായിച്ചാട്ടെ, തുടർന്ന് വായിച്ചാട്ടെ. കഴിയില്ല. കണ്ടോ, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും, അതായത് മറ്റൊരു അഭിഷേകം പ്രാപിച്ച ഏതൊരു വ്യക്തിയും തീയിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? മറ്റൊരു അഭിഷേകത്തിന് കീഴിലിരിക്കുന്ന വ്യക്തിയാണോ ആ വ്യക്തി തീയിലേക്ക് പോവുക തന്നെ ചെയ്യും. വായിച്ചേ. ആകയാൽ കണ്ടോ, നമുക്കിവരെ കണ്ടെത്താൻ ഈസിയാണെന്ന്. സ്തോത്രം. നമ്മൾ അവിടെ വായിക്കുമ്പോൾ സ്തോത്രം, നമുക്ക് അതിന്റെ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 9-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 2:9 വാക്യം. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. വായിച്ചാട്ടെ. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും ശ്രദ്ധിക്കണേ, ഈ പറച്ചിലെല്ലാവർക്കും ഉണ്ട്. പറച്ചിലെല്ലാവർക്കും. ചിലരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്താ പറയുന്നത്, തേനൊഴുകും കേട്ടോ, ഭയങ്കര തേനാണ് അല്ലേ? പക്ഷേ കർത്താവ് അതല്ല നോക്കുന്നത്. കർത്താവ് പറയുന്നത് എന്താണ്? സഹോദരനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ആരാണ് സഹോദരൻ? രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് ഒരേ ആത്മാവിനെ പാനം ചെയ്ത് കടന്നു വന്നവരാണ് സഹോദരൻ. അല്ലാതെ ഇന്നും പാപത്തിലിരുന്ന് ദുർനടപ്പിലിരുന്ന് രക്ഷിക്കപ്പെടാതെ പഴയ വഴി കൂടെ നടക്കുന്നവൻ അല്ല സഹോദരൻ. ആരാ സഹോദരൻ? രക്ഷിക്കപ്പെട്ടവനാണ് സഹോദരൻ. ദൈവകൃപയിലേക്ക് വന്നവരാണ് ക്രിസ്തുവിന്റെ സഹോദരൻ എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ആരാമേ? ദൈവവചനം പറയുന്നത് എന്താണെന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിന്റെ നിലവാരത്തിൽ സ്റ്റെപ്പുകളെ വെക്കണം. കേട്ടുകേൾവി അതൊക്കെ വിട്ടുകളഞ്ഞേക്ക്. ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ആമേൻ. അവിടെ പറയുന്ന കാര്യം എന്താണ്? സഹോദരനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കണ്ടോ, സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നേയോളം
അതെങ്ങനെ സാധിക്കും? എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അതുപോലെ പ്രാപിച്ചിരിക്കുന്ന മറ്റൊരു സഹോദരനുണ്ടെങ്കിൽ അവനെ സ്നേഹിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഈ പകയ്ക്കുന്നത് ആരാണ്? പകയ്ക്കുന്ന ആരെന്ന് പറഞ്ഞാൽ മറ്റേ അഭിഷേകം പ്രാപിച്ച ടീംസ് ആണ് പകയ്ക്കുന്നത്. അപ്പൊ അവിടെ ആരാണ്? അത് വേറൊരു സഭക്കാരാണോ എന്നാ ചിലർ ചിന്തിക്കുന്നത്. അല്ല 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 അല്ല, അങ്ങനെയല്ല. സ്തോത്രം, ഹല്ലേലൂയ. നല്ല ഫലം കായ്ക്കുകയും ക്രിസ്തുവിൽ വാസ്തവമായി രക്ഷിക്കപ്പെടുകയും ചെയ്യാത്തവരിൽ മറ്റൊരു അഭിഷേകം നടത്തപ്പെടും. ആ അഭിഷേകമാണ് അവനെ പകയ്ക്കുവാൻ ഇടയാക്കുന്നത്. ഇവർക്ക് എപ്പോഴും വൈരാഗ്യത്തിന്റെ പ്രാർത്ഥനകളേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവർക്ക് മത്സര ബുദ്ധിയുടെ പ്രാർത്ഥന, വൈരാഗ്യത്തിന്റെ പ്രാർത്ഥന. ഇവർ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരെ നീ സന്ദർശിച്ച് അവരെ നീ ഇല്ലാതാക്കി കളയണമെന്ന് പ്രാർത്ഥിക്കാൻ ഒരു മടിയും കാണിക്കില്ല. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ചിലരെ എനിക്കറിയാം. കാരണം എന്താ പറയുക, അവരിൽ ഇരിക്കുന്നത് മറ്റ് അഭിഷേകമാ. അത് ദൈവാത്മാവിന് കീഴ്പ്പെടുന്ന ആത്മാവല്ലാത്തത് കൊണ്ട് അവർ ഉപദേശം കേൾക്കുന്നില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അവരോട് വചനം എത്ര പറഞ്ഞാലും കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെയുള്ളൂ. അവർക്കത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. കാര്യം പരിശുദ്ധാത്മാവ് അല്ല അവരിൽ ഇരിക്കുന്നത്. അവർ യഥാർത്ഥമായി മാനസാന്തരപ്പെടാതെ സഭയ്ക്കകത്ത് വന്നവരാണ്. അവർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. ഈ ക്രിസ്തു മാർഗത്തിന്റെ ദൈവാത്മാവ് നടത്തുന്ന വഴികളൊന്നും അവർക്ക് യഥാർത്ഥത്തിൽ അറിയത്തില്ല. അങ്ങനെ അവർ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നതാണ്. അങ്ങനെയുള്ളവരെ നടത്താൻ ദൈവം മറ്റൊരു പ്രോഗ്രാം കർത്താവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് ഈ ഹല്ലേലൂയ മറ്റൊരു അഭിഷേകത്താൽ മറ്റൊരു യേശുവിനെ മറ്റൊരു സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് പോകുന്നവരെ ഇതിന്റെ കൂടെ അങ്ങ് നടത്തും. പരിശുദ്ധാത്മാവല്ലെന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാവാണ് സഹോദരനെ പകയ്ക്കുകയില്ല. അപ്പൊ സഹോദരനിട്ട് പാര പണിയുന്നവന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഏതാ? നിന്റെ കൂട്ടു സഹോദരന്റെ ഉയർച്ചയിൽ അസൂയുണ്ടെങ്കിൽ ആ ആത്മാവ് ഏതാണെന്ന് മനസ്സിലാക്കിക്കോണം. നിന്റെ കൂട്ടു സഹോദരന്റെ വളർച്ചയിലും നന്മയിലും അല്ല അഭിവൃദ്ധിയിലും നിന്റെ കണ്ണ് കടിക്കുന്നുണ്ടെങ്കിൽ അകത്തിരിക്കുന്ന ആത്മാവിനെ ശരിക്കും പരിശോധിച്ചോണം. അല്ലാതെ തുമ്മുകൊണ്ട് അന്യഭാഷ പറയുന്നതെന്നും പറഞ്ഞാൽ ഒന്ന് അടുപ്പിച്ചേക്കരുത്. വിവേചിച്ച് നോക്കണം സാധനം തന്നെ അകത്തിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. വായിച്ചേ. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നേയോളം ഇരുട്ടിൽ ഇരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. കണ്ടോ, സഹോദരനെ സ്നേഹിക്കുന്ന വെളിച്ചത്തിൽ വസിക്കുന്നു. കണ്ട ഇടർച്ച എവിടുന്നാ വരുന്നേ? രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എന്റെ കൂട്ടുവേലക്കാരനോ കൂട്ടു സഹോദരന്റെ ജീവിതത്തിൽ ഒരു നന്മ വന്നാൽ അയ്യോ അവനത് കിട്ടിയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവൻ കഴിച്ചുപോയി. മനസ്സിലായി? ഉള്ളിൽ അസൂയുണ്ട്, അല്ലെ? ഉള്ളിൽ വൈരാഗ്യമുണ്ട്. അപ്പൊ അകത്ത് പ്രശ്നമുണ്ട്. ആ പ്രശ്നം അകത്തിരുന്നിട്ടുണ്ടെങ്കിൽ നിനക്കൊരിക്കലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പുറമെയുള്ള വാക്കിലൊന്നും ആശ്രയിച്ചേക്കരുത്. അത് യോഹന്നാൻ 2000 വർഷം മുമ്പ് പറഞ്ഞേക്കുക. എന്താ പറഞ്ഞേ? സഹോദരനെ സ്നേഹിക്കുന്നു പറയുകയും, കണ്ടോ, പറയാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാനാണ് പാടിരിക്കുന്നത്. പറയാനും ഡയലോഗ് അടിക്കാനും എല്ലാവർക്കും അറിയാം. പക്ഷേ യഥാർത്ഥമായി സ്നേഹിക്കാനാണ് അനേകർക്കും കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് വളരെ പരിശോധിച്ചോണം. ദൈവത്തിന്റെ ആത്മാവ് അതിനെ അനുവദിക്കുന്നുണ്ട്, വിവേചിക്കുവാൻ അനുവദിക്കുന്നുണ്ട്. വിവേചിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ നാം വിവേചിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വരണം. ഇന്ന് സഭകളുടെ അകത്ത് അനേകർക്ക് അത് ഇഷ്ടമല്ല. അനേകർ അതിനെ റെഡിയാകുന്നില്ല വിവേചിക്കുവാൻ. എങ്ങനെ വിവേചിക്കുന്നു? ബൈബിളിൽ ഒരു വാക്ക് പോലും ഉപദേശം അറിയത്തില്ല. വിവേചിക്കാതിരിക്കുക. എന്നാന്നുകൊണ്ട് വിവേചിക്കാതിരിക്കുക? തിരുവെഴുത്തൊന്നും അറിയത്തില്ല, വിവേചിക്കാതിരിക്കുകയാണോ? കഷ്ടം. അതിന്റെ പേരില്ല. ഈ തിരുവെഴുത്ത് വചനമല്ല അകത്ത് കയറിയിരിക്കുന്നെങ്കിൽ വേറെ പല കാര്യം കൊണ്ട് വിവേചിക്കും കേട്ടോ. ചിലര് പണം കൊണ്ട് വിവേചിക്കും, ചിലര് അവന്റെ സ്വാർത്ഥത കൊണ്ട് വിവേചിക്കും, ചിലര് ശാഠ്യം കൊണ്ട് വിവേചിക്കും. ഇങ്ങനെയൊക്കെ വിവേചിച്ചോണ്ടിരിക്കും. കാര്യം ഇവരെ പോലെയാണ് അവൻ. അതല്ല, വചനം അകത്ത് വരണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന നീ സഹോദരന് വേർപെട്ട ഒരുവൻ, അല്ലേ? അവിടെ വായിക്കുന്ന എന്താണ്? അവിടെ സഹോദരന് അവിടെ പറയുന്നത് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ. കണ്ടോ? അപ്പൊ പകയ്ക്കുന്ന സ്വഭാവം അകത്തുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ഒരിക്കലും ക്രിസ്തുവിന്റെ സ്നേഹമില്ല. ആമേൻ. നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല, അല്ലേ?
സ്തോത്രം. ആകാത്ത വൃക്ഷത്തിൽ നല്ല ഫലം ഉളവാക്കാനും കഴിയത്തില്ല. ഇത് കർത്താവ് മുന്നമേ പറഞ്ഞു. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ മറ്റൊരു അഭിഷേകമാണ് കയറിയതെങ്കിൽ ആ അഭിഷേകത്തിൽ തോന്നിവാസം എല്ലാം ജീവിക്കാം, ഏത് വഴിക്കും പോകാം, എങ്ങനെയും ജീവിക്കാം, എങ്ങനെയും പറയാം, എങ്ങനെയും ആയിരിക്കാം. ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോ സ്പ്രിങ്ങിൽ നിന്ന് ആരാധിക്കുകയും ചെയ്യും. അതാണ് സാധനം. ഒരു കൂട്ടർ, മറ്റൊരു കൂട്ടർ ചത്ത പോലെ ഇരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാധനയില്ല, എല്ലാം അകത്ത് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അങ്ങനെ വേറെ കുറെ പേര്. ഹല്ലേലൂയ. ഇതിനൊക്കെ കാരണം എന്താണെന്നറിയാം, അകത്ത് അഭിഷേകമല്ലാത്തത് കൊണ്ടാണ് ഈ വഴിതെറ്റിയ ജീവിതങ്ങളിലേക്ക് പോകുന്ന. കാര്യം മാനസാന്തരപ്പെട്ടിട്ടില്ല. എന്താണ് വിഷയം? മാനസാന്തരപ്പെട്ടിട്ടില്ല. മാനസാന്തരം ഇല്ലാത്തത് കൊണ്ട് അവരെ നടത്താൻ മറ്റൊരാത്മാവിനെ അപ്പോയിന്റ് ചെയ്യുകയാണ് ദൈവം. തുറന്നു വായിച്ചോ. ഇരുട്ടിലിരിക്കുന്നു, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. കണ്ട ഇടർച്ച. അപ്പോ ഈ മറ്റേ ആത്മാവ് കയറുന്ന ഇടർച്ചയാ. മനസ്സിലായോ? ഹല്ലേലൂയ. ഇത് നമ്മുടെ ലോക്കൽ ഭൂതശാന്തി സ്പെഷ്യലിസ്റ്റ് വന്ന് തലേ കൈ വെച്ച് അഴിയട്ടെന്ന് പറഞ്ഞാൽ അഴിയുന്ന കേസല്ലേ ഇത്? മനസ്സിലാവുന്നോ? യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടരുത്. വേറെ വല്ലതും വെളിപ്പെടുമായിരിക്കും, ഈ സാധനം വെളിപ്പെടില്ല. കാര്യം ഇത് ദൈവത്തിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുന്ന സാധനമാണ്. ഇത് മാനസാന്തരപ്പെട്ടാലേ പോകത്തുള്ളൂ. മനസ്സിലാക്കണം. ചിലര് ഈ കഷ്ടത്തിന്റെ അകത്ത് നിന്ന് വീണിട്ട് പാസ്റ്റർമാരുടെ ഒന്നിന് പറയും, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്ക്, എനിക്കൊന്ന് സുഖം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്ക്. ഒരു സമാധാനമില്ലെന്ന് ഇവര് വിശ്വസിക്കുന്നത്. പാപം അകത്ത് വെച്ചോണ്ട് ഈ പാസ്റ്ററിനെ കൊണ്ട് പ്രാർത്ഥിച്ച സുഖം മേളിൽ നിന്നും കിട്ടും, പാപം അകത്തും ഇരിക്കും. ഇതാണ് ഇവന്റെ തിയറി. പിടികിട്ടിയോ? ഈ വക കളിപ്പിലെല്ലാം കാണുന്ന ഒരു സ്വർഗമാണ് നമുക്കുള്ളത്. നമ്മൾ ഏറ്റുപറയണം. പാപം ചെയ്താൽ ഏറ്റുപറയണം, മാനസാന്തരപ്പെടണം. വീഴ്ച വന്നാൽ അത് ഏറ്റുപറയാൻ മടി കാണിക്കരുത്. ചിലരും സ്വയനീതീകരണക്കാരാ. ഒരിക്കലും അവന്റെ കുറവ് ഏറ്റുപറയില്ല, ഒരിക്കലും ദൈവസന്നിധിയിൽ ചെല്ലത്തില്ല. അവൻ ദൈവസന്നിധിയിൽ മറ്റാരുടെയും കാര്യത്തിന് വേണ്ടി ദൈവത്തിൽ ചെല്ലുന്നത്. മറ്റാരുടെയും, ഒന്നേ മക്കളുടെ കാര്യത്തിന്, ഭാര്യയുടെ കാര്യത്തിന്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കാര്യത്തിന്, വീട്ടുകാരുടെ കാര്യത്തിന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും മറ്റു വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിക്ക് ഇവൻ ഒരിക്കലും സ്വതവേ അവന്റെ ആവശ്യവുമായിട്ട് ദൈവസന്നിധിയിൽ ഒരിക്കലും ചെന്നിട്ടില്ല. അങ്ങനെയുള്ളവർ നമ്മളൊരു പ്രാർത്ഥന ഏൽപ്പിച്ച ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കും. ഒരു വാക്ക്, ഒരക്ഷരം പോലും അവന്റെ രക്ഷയ്ക്ക് വേണ്ടി അവന്റെ വായിന്ന് വീഴത്തില്ല. അതൊക്കെ ഇതിന്റെ അടയാളങ്ങളാണ്. വായിച്ചേ. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണു കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. കണ്ടോ? എവിടേക്ക് പോകുന്നു എന്ന് അവൻ. അതുകൊണ്ടാണ് ഈ ഹ്രസ്വദൃഷ്ടി ഉള്ളതിന്റെ കുഴപ്പം. ഇതാണ് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ കണ്ടത്. അവർക്ക് എന്താ സംഭവിച്ചു? അവർക്ക് എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം, സ്തോത്രം, അതിന്റെ 9-ാം വാക്യം വായിക്കാം. വേഗം വായിക്കാം. 2 പത്രോസ് 1:9. അവയില്ലാത്തവനോ കുരുടനും അത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം. അപ്പൊ ഇവർക്ക് എന്ത് സംഭവിക്കുന്നു? ഇവർ ഒരിക്കൽ ക്ലിയർ ആയിട്ട് നടന്നതാ, പിന്നെ എന്തോ ഇടയ്ക്ക് വെച്ച് വീണുപോയി. പക്ഷെ ഇവർ സഭയ്ക്കകത്തുണ്ട്, സംഘടനയിലുണ്ട്, ഇവർ അഭിഷിക്തന്മാരുടെ ഇടയിൽ ഇവർ ഇരിപ്പുണ്ട്. ആത്മാവ് നടത്തപ്പെടുന്നവരുടെ ഇടയിൽ ഇവർ ഇരിപ്പുണ്ട്. പക്ഷെ ഇവർക്ക് ഇപ്പൊ ഇവരുടെ പ്രശ്നം എന്താണെന്നറിയാവോ? ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവയില്ലാത്തവരോ കുരുടനത്രേ, അടുത്തത് അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം. കണ്ടോ? മുമ്പ് എന്നെ കുഞ്ഞാന്റെ രക്തത്താൽ എന്നെ കഴുകി എന്നെ വെടിപ്പാക്കിയതാണ് എന്നുള്ള ബോധ്യവും പ്രാഗൽഭ്യവും ഇവർക്ക് നഷ്ടപ്പെട്ടു പോയി. വീണ്ടും പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ ശുദ്ധീകരിക്കണേ, വീണ്ടും പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാ? കർത്താവേ, നീ എന്റെ ജന്മപാപത്തെ കാൽവരിയിൽ ഊറ്റപ്പെട്ട യേശുവിന്റെ തിരുരക്തത്താൽ കഴുകിയപ്പോൾ ഞാൻ പാപത്തിൽ നിന്ന്, ജന്മപാപത്തിൽ നിന്ന് മോചിതനായി തീർന്നു. ഇതിന് കാരണമായി തീർന്നത് പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതാണ്. ആ പ്രിയപുത്രൻ വെളിപ്പെടുത്തി പിതാവിന്റെ സ്നേഹം എന്താണെന്ന്. അപ്പോൾ ഈ പ്രോഗ്രാമുകൾ അറിയാത്ത ഒരുവന്റെ മേൽ ഇരിക്കുന്ന ആത്മാവ് മറ്റൊരാത്മാവാണ്. മനസ്സിലായോ? അതായത് ഇവർക്ക് അറിയത്തില്ല. വർഷങ്ങളായിട്ട് ഇവര് ചിലര് വിശ്വാസത്തിൽ വന്നിട്ട് പറയുന്നത്, ഞങ്ങൾ ശക്തമായിട്ട് ഒരു കാലത്ത് തുള്ളിച്ചാടി ആരാധിച്ചപ്പോ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു പാസ്റ്ററെ എന്ന് പറഞ്ഞിങ്ങനെ വർഷമായിട്ട് 15 വർഷം മുമ്പ് നടന്ന കാര്യമാണ് ഈ പറയുന്നത്.
15 വർഷമോ 20 വർഷം മുമ്പ് പറയുന്ന കാര്യം ഞാൻ തുള്ളിച്ചാടി ആരാധിച്ചപ്പോ ഭയങ്കര പ്രവൃത്തി വീടിന്റെ അകത്ത് ചെയ്തു, പല വഴി ശത്രുക്കളൊക്കെ 4 വഴിയായിട്ട് ചെതറിപ്പോയി. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ പാർട്ടി ആരാധനയില്ല, പ്രാർത്ഥനയില്ല, ചെന്നിട്ട് ഒക്കുന്നില്ല. എന്നാ കാരണം എന്നറിയാവോ? വയസ്സെത്ര കഴിഞ്ഞു, വിശ്വാസത്തിൽ വന്നിട്ട് എത്ര കാലമായി, ഇതുവരെ ഉപദേശം അറിഞ്ഞിട്ടില്ല, ഇതുവരെ ദൈവാത്മാവ് നടത്തുന്നതെന്ന് അറിയത്തില്ല. ഈ ക്രിസ്തു മാർഗം തന്നെ എന്നാന്ന് ചിലർക്ക് അറിയത്തില്ല. അവരിപ്പോഴും പറയുന്നത് വിടുതൽ കിട്ടാൻ ആരാധന, വിടുതൽ കിട്ടാൻ ഉപവാസ പ്രാർത്ഥന. എത്ര പേരാ ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാവോ? വർഷങ്ങളായി ഇതിന്റെ അകത്ത് ഇങ്ങനെ വഞ്ചനയിൽ വീണ് നടക്കുകയാണ്. ഈ മാർഗത്തിന്റെ മഹത്വം അറിയാൻ മേലാതെ അനേകർ കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ആത്മീയതോളം നേരിടുന്നത് നിസാര വിഷയത്തിന്റെ അകത്തല്ല, വിശ്വാസത്തിൽ സ്ഥാനപ്പെട്ട് ഇതിനകത്ത് കയറിയിട്ട് ഇതുവരെ അടുത്ത ഒരു സ്റ്റെപ്പ് പോലും വയ്ക്കാതെ ആ ഇരുന്ന അവസ്ഥയെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ചിലർക്ക് വേണ്ടി അവരുടെ ആജീവനാന്ത കാലം പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടര്, തന്റെ പ്രാർത്ഥന അപേക്ഷിക്കാൻ മറ്റൊരു കൂട്ടര്, ചിലര് നന്മ അനുഭവിക്കാൻ വേറൊരു കൂട്ടര്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ സ്വർഗത്തിന്റെ മുമ്പ് നിരത്തി വെക്കുന്ന ഒരു ദിവസമെന്ന് മറന്നു പോകരുത്. മനസ്സിലായോ? ഹല്ലേലൂയ. മുമ്പിലത്തെ ശുദ്ധീകരണം മറന്നവനും വായിച്ചേ, വിട്ടുപോയോ? മറന്നോ? വിട്ടുപോയി. ഇവിടെ ഒന്നും ഇല്ല ആള്. സ്തോത്രം. ഹല്ലേലൂയ. മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കണം. ഇതാ എങ്ങനെ ഇത് ഉറപ്പാക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. തൊട്ട് മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 5-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അതുകൊണ്ട് നിങ്ങൾ സകല ഉത്സവം കഴിച്ച് നിങ്ങളുടെ 1:5 അതിനിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സവവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടും, ഒരാൾ വായിച്ചാ മതി, വീര്യത്തോട് വിജ്ഞാനവും, അജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളും. ഇവിടെ ശ്രദ്ധിക്കണം, ഇതൊരു എന്താ പറയുന്ന ഒരു സിസ്റ്റം ഇവിടെ വെച്ചേക്ക ദൈവം. അതായത് അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, വിശ്വാസത്തിലേക്ക് വന്നാൽ ഈ പറഞ്ഞ ഓർഡർ അനുസരിച്ച് നമ്മുടെ ജീവിതം ചില പ്രത്യേക സാഹചര്യങ്ങളുടെ വന്ന് നമ്മൾ ആത്മാവിന്റെ ഫലം ഉളവാകും. മനസ്സിലാകുന്നുണ്ടോ? നല്ല മരമാണെങ്കിൽ നല്ല ഫലമാണ് ഉളവാകത്തുള്ളൂ. ഒറിജിനലാണ്, ഒറിജിനൽ തന്നെ വരുള്ളൂ. ഒറിജിനലിന്റെ അകത്ത് ഡ്യൂപ്ലിക്കേറ്റിന്റെ അകത്തുനിന്ന് ഒറിജിനലും വരത്തില്ലെന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? മറ്റൊരു ഭാഷയിലാണ് കാര്യം പറഞ്ഞതെങ്കിൽ അർത്ഥം ഇതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കണം, ഈ പറഞ്ഞ പാറ്റേൺ, ഈ പറഞ്ഞിരിക്കുന്ന ഈ റൂട്ടിലൂടെ ഒരു ആത്മീക ജീവി അല്ലെ ഈ റൂട്ടിലൂടെ ഒരു ആത്മ മനുഷ്യനാണ് കടന്നു പോകണം, അല്ലെ? ആത്മജീവി അല്ല, ഒരു ആത്മ മനുഷ്യൻ കടന്നു പോകണം. ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന എന്താണ്? സ്തോത്രം. നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് വായിച്ചേ ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. അപ്പൊ ഈ പറയുന്ന ഇത്രയും കാര്യം ഓരോ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനാണ് അവന്റെ ജീവിതത്തിൽ കഷ്ടതകളും പ്രതിസന്ധികളും വരുന്നത്. പിടികിട്ടിയോ? ഈ മറ്റൊരു ആത്മാവുള്ളവര് ഉടനെ പറയും, നമ്മൾ ക്രിസ്തുവിൽ വന്നത് കഷ്ടത അനുഭവിക്കാനാണോന്നേ, നമ്മൾ ഇവിടെ ഒന്ന് പ്രയാസപ്പെടാനാണോന്നേ. ഇവന് ഒത്തിരി പേര്, കാര്യം ഇവനെ പോലെ ബലഹീന ഉപദേശത്തിന് കീഴിരിക്കുന്നവരുടെ എണ്ണം കൂടുതലാ. പക്ഷെ വില കൊടുത്ത് ഇതിന്റെ കഷ്ടതയ്ക്ക് വേണ്ടി നിൽക്കുന്നവരുടെ എണ്ണം കുറച്ചേ ഉള്ളൂ. അവര് സ്വർഗം കണ്ടവരാന്ന് ഓർക്കണം. അതാണ് വ്യത്യാസം. ഈ മറ്റൊരു അഭിഷേകവും മറ്റൊരു യേശുവും മറ്റൊരു ആത്മാവിലും നടത്തുന്നവർ പറയും, ഇങ്ങനെയൊന്നും പോകണ്ട, നമ്മൾ അങ്ങ് എത്തിക്കോളൂന്ന്, ഇവിടെ നമ്മളുടെ ജീവിതത്തിൽ വലിയ പ്രവർത്തികൾ ചെയ്യാനാന്നൊക്കെ ഉള്ള രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്ത് നടക്കും. അവരാരും ദൈവകൃപയിലേക്ക് വരാൻ റെഡിയാകത്തില്ല. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഹല്ലേലൂയ. നമ്മൾ റോമാലേഖനം വായിക്കുമ്പോൾ, റോമാലേഖനം അതിന്റെ 5-ാം അധ്യായം 5-ന്റെ 2, 3, 4 വായിച്ചാട്ടെ. റോമാലേഖനം 5-ാം അധ്യായം 2, 3, 4. നാം നിൽക്കുന്ന ഈ കൃപയിൽ
കൃപയിലേക്ക് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, നമുക്ക് പ്രവേശനം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെ? എങ്ങനെയാണ് ലഭിച്ചത്? വിശ്വാസത്താലാണ് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. വിശ്വസിക്കാത്തവരാരും ഇതിനകത്ത് പ്രവേശിച്ചിട്ടില്ല, അവർക്ക് അറിയത്തുമില്ല. ഈ എന്താ പറയുന്നത്, കുറെ പേരെ തോളത്ത് വിശ്വാസത്തിൽ ചുമന്നുകൊണ്ട് പോകുന്നില്ല, അവരാരും ഈ വാതിൽ കണ്ടിട്ടില്ല, അവരുടെ അവസാന ശ്വാസം വരെ കാണുകയുമില്ല. വായിച്ചേ. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കാരണം നാം കഷ്ടങ്ങളിൽ ആർക്ക് പറ്റും കഷ്ടങ്ങളിൽ പ്രശംസിക്കാൻ? കഷ്ടം വരുമ്പോ സ്തോത്രം പറയാൻ എത്ര പേർക്ക് പറ്റും? വിളിക്കപ്പെട്ടവർക്ക്, യഥാർത്ഥ അഭിഷേകം പ്രാപിച്ചവർക്ക് അത് പറ്റത്തുള്ളൂ. കാര്യം ഈ കഷ്ടത സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മെ കഷ്ടതയിലൂടെ പോകാൻ നമ്മൾ അനുവദിക്കുന്നത്. ഈ കഷ്ടത വരുമ്പോ ഈ മറ്റേ അഭിഷേകം പ്രാപിച്ച ടീംസ് പറയുന്നത് എന്നാണെന്നറിയാവോ? അങ്ങനെയൊന്നും ഇല്ലെന്നേ, സംശയമുണ്ടോ? ഞങ്ങളുടെ കൂടെ കൂടിക്കോ, ഞങ്ങളുടെ അഭിഷേകം പ്രാപിച്ച് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കഷ്ടതയില്ല. ശരിയാണ്, കാര്യം മറ്റൊരു ആത്മാവ് കയറിയിരിക്കുന്നതിന് ലോകം കിട്ടിയേക്കുക, സാത്താൻ ഓഫർ ചെയ്തിട്ട് സകലതും കൊടുക്കാൻ. കാര്യം അവൻ സ്വത്രം കൊയ്ത്ത് കഴിഞ്ഞാൽ ഉടനെ എന്ത് സംഭവിക്കും? കറ്റയെല്ലാം കെട്ടി കളപ്പുരയെ സൂക്ഷിക്കും, പിന്നെ അവശേഷിക്കുന്ന ഈ കളയെല്ലാം വെട്ടി തീയിലേക്ക് വിടും. കളകളെല്ലാം കൂടെ പറയും ഞങ്ങൾ വലിയ ബഹുപുരുഷാരമല്ലേ, വലിയൊരു സംഖ്യയുണ്ട്, ആളറിയ ഞങ്ങളെ ഇപ്പൊ കതിരെന്ന് വിളിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അല്ലാതെ കതിരിന്റെ അകത്ത് കതിരിലെ അസത്തെ മണി നിറയുമ്പോൾ ആ കതിരിങ്ങനെ വളഞ്ഞു വരുന്ന ഫലമുള്ള അനുഭവമൊന്നുമല്ല. ഞങ്ങളെ കളയെ നോക്കി ഞങ്ങൾ നിവർന്നല്ലേ നിൽക്കുന്നത്, പിന്നെ ഈ വളഞ്ഞു പോകുന്നത് എവിടാ പറഞ്ഞേക്കുന്നത് ചോദിക്കും. കഷ്ടതയുണ്ടെന്ന് എവിടെന്നാ പറയുന്നത്? ഞങ്ങൾ വിശ്വാസത്തിൽ ഞങ്ങൾ കഷ്ടത അനുഭവിക്കുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. മറ്റൊരു അഭിഷേകമാണ് വന്നേക്കുന്നത്. കഷ്ടതയിലൂടെ വരുമ്പോൾ യഥാർത്ഥത്തിൽ കൃപയിലേക്ക് വന്നവരോട് പറയേണ്ടത്, നിങ്ങൾ ദൈവകൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം, ദൈവകൃപയ്ക്കായിട്ട് കാത്തിരിക്കണം. ദൈവകൃപ പ്രാപിച്ചു കഴിയുമ്പോൾ ഈ കഷ്ടതയിലൂടെ നടക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സജ്ജമാക്കും. നമ്മൾ അതിലൂടെ നടന്നു വരുമ്പോൾ നമ്മളിലെ മനുഷ്യൻ പുതുബലം പ്രാപിക്കും. ഇതിനായിട്ടാണ് നമ്മളെ സ്വർഗം ഒരുക്കുന്നത് എന്നുള്ളത് ഒറിജിനൽ ആയിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ആളുകൾ വ്യാജമായി നിൽക്കുന്ന ഒത്തിരി പേരുടെ നടുവിലാണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. മറന്നു പോകരുത്. ആമേൻ. ആ ഭാഗം വായിക്കുമ്പോൾ തന്നെ നമ്മൾ വായിച്ച ഭാഗമാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 15 മുതൽ. എന്നാൽ അതിനകത്ത് വായിക്കുമ്പോൾ അതിന്റെ 19 മുതൽ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം ഒക്കെയും വെട്ടി തീയിലിടുന്നു. വായിച്ചേ. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യ പ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടില്ലയോ? പലരും ആ നാളിൽ എന്നോട് പറയും, അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. കണ്ടോ? ഇവിടെ ശ്രദ്ധിക്കണം, അത് എങ്ങനെയാ അറിയുന്നത്? ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ അറിയാനും ദൈവം നമ്മളെ അറിയാനും സാധിക്കത്തുള്ളൂ. ഇത് മറ്റൊരു അഭിഷേകം ഒരിക്കലും ദൈവത്തിലേക്ക് ചെല്ലില്ല. മറ്റൊരു അഭിഷേകം കൊണ്ടുചെല്ലുന്ന ലോകത്തിലെ മോഹങ്ങളിലേക്ക് മാത്രമേ ഉള്ളൂ. ലോക സുഖം കൊടുക്കും, ലോകത്തിൽ മാനവും ധനവും കൊടുക്കും, അത് മാത്രമാക്കി ഒതുക്കും. നിത്യതയെ കുറിച്ചോ ഈ ശരീരത്തിന്റെ രൂപാന്തരത്തെ കുറിച്ചോ ദൈവരാജ്യത്തെ കുറിച്ചോ ഒരു വെളിപ്പാട് ഒരിക്കലും ആ ആത്മാവിന് കൊടുക്കാൻ സാധിക്കത്തില്ല. അതാണ് മറ്റേ ഒരു ആത്മാവിന്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല. ഹല്ലേലൂയ. നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്താണ്? യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഹല്ലേലൂയ, യോഹന്നാൻ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. യോഹന്നാൻ സുവിശേഷം
16:7 എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഇവിടെ ശരിക്കണം, കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചാ, ഈ മറ്റൊരു ആത്മാവ് കയറിയും ബബ്ബ പറയുകയും വചനത്തിലെ ഒരു വാക്യം പോലും പറയാൻ പ്രാപ്തമില്ലാതെ ദൈവം അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു, എന്റെ ജീവിതത്തിൽ അതിശയം പ്രവർത്തിച്ചു, നിന്നെ വളരെ ഗ്ലോറിയസ് ആയിട്ട് നടത്താൻ ഈ വക വ്യാജ വർത്താനങ്ങൾ പറയുന്നവരെ ഒരിക്കലും അടുപ്പിക്കരുത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ വചനം പറയുന്നത് എന്താ? യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഞാൻ അവിടെ പോയി എന്താണ് പറയുന്നത്? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. അതായത് നമ്മെ ഇന്ന് ക്രിസ്തുവിൽ നിർത്തുന്ന കാര്യം. ഇപ്പൊ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, എന്നെ ക്രിസ്തുവിൽ നിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ദൈവം തന്റെ ആത്മാവിനെ എന്നിലേക്ക് നൽകി. അതിനെന്താ സംഭവിച്ചത്? മരണശിക്ഷകളെ ഏറ്റ് മരിച്ചടക്കപ്പെട്ട് പുത്രനാകുന്ന യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് കയറിപ്പോയി. ആ പുത്രനാകുന്ന യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത് കയറിപ്പോയി മടങ്ങി വന്ന് 40 നാൾ ഭൂമിയിൽ വസിച്ചു. വീണ്ടും സ്വർഗാരോഹണം ചെയ്ത് പിതാവിന് സഞ്ചരിച്ചിരുന്നു. ഒരുങ്ങിയിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകരുവാൻ തക്കവണ്ണം പിതാവിന്റെ സന്നിധിയിൽ പുത്രനാകുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഗുണകരമായി അപേക്ഷിച്ചത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയക്കുവാൻ ഇടയായി തീർന്നത്. ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത് എന്ന് രക്ഷിക്കപ്പെട്ടവർക്കേ പറയാൻ കഴിയത്തുള്ളൂ. അല്ലാത്തവർ പറയും സ്നാനപ്പെട്ട ഉടനെ കിട്ടി, കൈവച്ചപ്പോ കിട്ടി, അസത് വിശ്വസിച്ചപ്പോ കിട്ടി എന്ന് പറയുന്നതല്ലാതെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വരുന്നത് എന്ന് പൂർണ്ണ അഡ്രസ്സിൽ പറയുന്നത് ഒറിജിനലായി ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച വിശുദ്ധന്മാർക്ക് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. മറ്റുള്ളവരെ ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കാനാണ് അഭിഷേകം തന്നിരിക്കുന്നത്, ഭൂതങ്ങളെ വിടുവിക്കാനാണ് അഭിഷേകം തന്നിരിക്കുന്നത്, ലോകത്തിൽ ഉന്നതനായി തീരാനാണ് അഭിഷേകം തന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ റൂട്ടിലേക്കൊക്കെയും തിരിക്കും. പിന്നെ ഈ മറ്റൊരു ആത്മാവിന്റെ പ്രത്യേകത എന്താണെന്നല്ലോ, ദൈവതുല്യമായി നടിക്കാൻ ആ ആത്മാവ് സഹായിക്കുന്നതാണ്. പിടികിട്ടിയോ? ആ ആത്മാവ് ദൈവതുല്യമായിട്ട് നടിക്കാനായിട്ട് താല്പര്യപ്പെടും. പിശാചിന്റെ അതേ സ്വഭാവം കാണിച്ചു തുടങ്ങുന്നത്. നീ ആരാണ്? നീ ദേശത്ത് കടന്നു പോകുമ്പോ നിന്റെ മേൽ പകർന്ന ആ ശക്തി അവിടെ പകരും. നീ ആരായി? ഈ സാധനമൊക്കെ വരുന്ന ആ ആത്മാവിൽ നിന്നാണ്. വായിച്ചേ. വായിക്ക്. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. കണ്ടോ ഏതൊക്കെ കാര്യങ്ങളാ? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. അപ്പൊ ഇത് 3 ഇവര് പ്രസംഗിക്കത്തില്ല. ഈ 3 കാര്യം നിമിത്തം ദൈവസന്നിധി ചെല്ലുന്നവന് മാത്രമേ ദൈവമായിട്ട് ബന്ധമുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കർത്താവ് നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗങ്ങൾ സൗഖ്യമാക്കി. അപ്പൊ ഇതെല്ലാം നടക്കും. ഇത് പരിശുദ്ധാത്മാവിലല്ല, മറ്റൊരു ആത്മാവിൽ ഇതെല്ലാം നടക്കും. രോഗശാന്തിയും ഭൂതശാന്തിയും എല്ലാ കാര്യവും പ്രോസ്പെരിറ്റി എല്ലാം നടക്കും. പ്രാർത്ഥിച്ച ഉടനെ അവന്റെ വീടും എല്ലാ കാര്യങ്ങളും നിപ്പിറങ്ങ് മാറി എല്ലാ സുഖ സൗകര്യങ്ങളും നിമിഷ നേരങ്ങൾ വരുമോ? തീർച്ചയായും വരും. അത് പരിശുദ്ധാത്മാവല്ലെന്നായി ഞാൻ ഈ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് എന്നാ കുഴപ്പം മറ്റേ നിത്യത ഉണ്ടാകത്തില്ല. ഇവിടെ എല്ലാം വെട്ടിപ്പിടിക്കാം. മൂക്കിലെ ശ്വാസം പോയാൽ കീഴെ പാതാളത്തിലേക്ക് എന്ന് വീഴാം. അതാണ് പ്രശ്നം. നമ്മുടെ പ്രശ്നം ഈ ആയുസല്ല, ഈ ആയുസ് വിട്ട് ദൈവസന്നിധി ചെല്ലുമോ എന്നുള്ളതാണ് പ്രശ്നം. മനസ്സിലായോ? ഈ പ്രസംഗത്തിന്റെ ഒക്കെ കാരണം എന്നാണെന്നറിയാമോ? ഈ ശരീരം വിട്ട് ഞാൻ എന്റെ നിത്യഭവനത്തിൽ ചേർക്കപ്പെടുമോ എന്നുള്ളതാണ് വിഷയം. ദൈവത്തിനെ ശില്പിയാൽ നിർമ്മിച്ചത് അടിസ്ഥാനമുള്ള നഗരത്തിൽ ചെല്ലുമോ എന്നുള്ളതാണ് വിഷയം. മറ്റൊരാത്മാവിനെ പ്രാപിച്ചവർക്ക് അതൊരു വിഷയമല്ല. വായിച്ചേ, അവിടെ പറയുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ശ്രദ്ധിക്കണേ. അപ്പോൾ എന്തുകൊണ്ടാ ഈ മറ്റൊരാത്മാവിനെ കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? സ്നാനപ്പെട്ടിട്ടും ലോകമായിരിക്കുന്നവർ സഭയ്ക്കകത്തുണ്ട്. സ്നാനപ്പെട്ടിട്ട് ലോകമായിട്ട് ഇരിക്കുന്നവർ പ്രസ്ഥാനത്തിന്റെ അകത്തുണ്ട്. അവരെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു, അവരെന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ചും
പിതാവിന്റെ അടുക്കൽ പോവുകയും കണ്ട, അവരുടെ പ്രസംഗത്തിന്റെ അകത്ത് പുത്രനാകുന്ന യേശു ക്രിസ്തു പിതാവിന്റെ അടുക്കൽ പോയത് എന്തിനാണെന്നുള്ളത് ഒരിക്കലും അവരുടെ ഒരു പ്രസംഗത്തിൽ പോലും കേൾക്കത്തില്ല. പാപത്തെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ടോ? പാപത്തെക്കുറിച്ചുള്ള ഡെഫിനിഷൻ ആദ്യം പറഞ്ഞത് എന്താണ്? അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട്. കണ്ട, അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട്. കണ്ടോ, പാപത്തെക്കുറിച്ച്. അപ്പോ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരുവന് കർത്താവ് യേശുക്രിസ്തു പാപത്തെക്കുറിച്ച് ഒരിക്കലും തിരിച്ചറിവ് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ 5-ാം അധ്യായത്തിൽ കണ്ടത്, അവരുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു, രോഗങ്ങളെ സൗഖ്യമാക്കിയിട്ട് പറയുന്നു, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങളത് ചെയ്യുമല്ലേ. അവന്റെ നാമത്തിൽ ചെയ്തത് പരിശുദ്ധാത്മാവ് അല്ലെന്നാ ഈ പ്രസംഗിക്കുന്നത്. അത് മറ്റൊരു ആത്മാവ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ ആത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട, പാപത്തെക്കുറിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിക്കായകയാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും. ഇവിടെ ശ്രദ്ധിക്കണേ, ഈ ലോകത്തിന്റെ പ്രഭു പിശാച് സാത്താൻ അല്ലേ, മഹാസർപ്പം, അവൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ആളുകൾ അവന്റെ മേൽ വിധി കിടക്കുകയാണ്. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകമായിട്ട് കണക്ട് ചെയ്ത് പ്രസംഗിക്കുന്ന വിഷയം. മനസ്സിലാവുന്നുണ്ട്? അവൻ ഇങ്ങോട്ട് ചാടിപ്പോവുക, ഈ പട്ടി ചാടിപ്പോരുന്ന പോലെ, കൂടി ചാടിപ്പോകുന്ന പോലെ. എവിടുന്ന് ചാടി വന്നു? മോളിൽ നിന്ന് ഇങ്ങോട്ട് ചാടി വരിക. അവന്റെ കാര്യത്തിന് സ്വർഗം ഒരു തീരുമാനം വരുത്തി. അതുകൊണ്ട് നമ്മളുടെ ഈ കാലത്തിലെ കഷ്ടങ്ങൾ തീരുകയും നാം കർത്താവിന്റെ ഭവനത്തിൽ ചേർക്കപ്പെടുകയും അതറിയാം സാത്താനും എതിർ ക്രിസ്തു പിശാചെന്നറിയുന്ന ആ മഹാസർപ്പത്തെ അവിടുന്ന് തള്ളിക്കളഞ്ഞു എന്നുള്ള വിഷയമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രസംഗത്തിന്റെ കാതലായ കാരണം. അത് ഈ മറ്റേ അഭിഷേകം പ്രാപിച്ചവർക്ക് അത് വിഷയമല്ല. അവൻ ഇവിടെ വലിയവനാകണം, ഇവിടെ രോഗം മാറിയ ശരീരം, ഇവിടെ കഷ്ടതയില്ലാത്ത ജീവിതം, ഇവിടെ ഉയർച്ചയുള്ള ജീവിതം. അതല്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു രാജ്യത്തില്, ലഞ്ച് ഒരു രാജ്യത്തില്, ഡിന്നർ മറ്റൊരു രാജ്യത്തില്. ഇതൊക്കെയാണ് ഈ മന്ദബുദ്ധികളുടെ പ്രസംഗത്തിന്റെ കാര്യങ്ങള്. മനസ്സിലായോ? ഇതിന്റെ പുറകെ പോകുന്ന പെന്തക്കോസിന്റെ അകത്തുനിന്നും കുറെ എണ്ണം ഇതിന്റെ പുറകെ പോകുന്ന കാര്യം അഭിഷേകമില്ല. കാര്യം സത്യവചനം കേട്ട നാള് ചെറുപ്പനാള് മുതൽ ഇതിനോട് മറുതലിച്ചു പഠിച്ചും ഇതിനോട് എതിർത്ത് സംസാരിച്ചും പഠിച്ചു വന്ന അവന്റെ മേൽ ദൈവവും പകർന്ന ഒരു അഭിഷേകം ദൈവത്തിന്റെ അല്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് നല്ല സമയത്ത് എല്ലാവിധ വഴിവിട്ട വഴികളിലേക്കും അളവിയാസത്തെ ഫലമില്ലാത്ത സ്വഭാവങ്ങളെല്ലാം കാണിച്ച് ഫലമില്ലാതെ തീക്കും വാളിന് വരെയായി പോകുന്ന പെന്തക്കോസിന്റെ അകത്തും ഒരു കൂട്ടരുണ്ട്. ഹല്ലേലൂയ. ഇതിന്റെ നടുവിൽ നിന്നാണ് കർത്താവ് നമ്മളെ ഉദ്ധരിച്ച് രക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കി ഓടിക്കണം കേട്ടോ. ആമേൻ. വായിച്ചേ. ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ന്യായവിധിയെ കുറിച്ചും തന്നെ. അപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടു. അതുകൊണ്ട് ഈ ലോകവും ആ പ്രഭുത്വം നശിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. കാര്യം വെളിപ്പാട് ദിവസം നമ്മൾ കാണുമ്പോൾ സ്വർഗത്തിലേക്ക് ദൈവസഭ എടുക്കപ്പെടുമ്പോൾ എതിർ ക്രിസ്തുവും മഹാസർപ്പവും പിശാചും എന്നുള്ളവനെ അവിടെ നിന്ന് താഴോട്ട് വെട്ടിവിടുകയാണ്. അവൻ ഭൂമിയിലേക്ക് വന്ന് വീഴുന്നത് ഭൂമിയിൽ എതിർ ക്രിസ്തു എന്ന ഒരു വ്യക്തിയിലേക്കാണ് വരുന്നത്. അങ്ങനെ എതിർ ക്രിസ്തു എന്ന വ്യക്തിക്ക് മഹാസർപ്പത്തിന്റെ പൂർണ്ണ ശക്തി ലഭിക്കുന്നു. അങ്ങനെ മഹാസർപ്പത്തിന്റെ ശക്തി ലഭിച്ച എതിർ ക്രിസ്തു ഭൂമിയിൽ അവശേഷിക്കുന്ന കൈവിടപ്പെട്ട് കിടക്കുന്ന വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യും. വിശുദ്ധന്മാരോ അവരെ ജയിക്കത്തില്ല, എതിർ ക്രിസ്തു അവരെ ജയിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ? ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എതിർ ക്രിസ്തു സാത്താന്റെ മേൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ആകയാൽ നമുക്ക് നിത്യമായ രാജ്യത്തിൽ നമ്മൾ പോകുവാൻ തുടങ്ങുക. ഈ ലോകത്തെയും ലോകത്തിലുള്ളവയും നമ്മൾ സ്നേഹിക്കരുത് എന്ന് വ്യക്തമായിട്ട് പറയുമ്പോൾ അതിന് ഏത് വിധേനയും സ്നേഹത്തിലൊക്കെ നടത്താം. അവർ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഈ മറ്റൊരു ആത്മാവിനെ നടത്തപ്പെടുന്ന പാസ്റ്റർമാര് പറയുന്ന കാര്യം എന്താണെന്നറിയാം? അവരെ പാസ്റ്റർമാരെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവന്മാര് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? അവർക്ക് വെളിപ്പെട്ടു ഈ ജനം ഇങ്ങനെ അടപ്പതിച്ച് കിടക്കരുത്, ഇവർ വളരണം, ഇവർക്ക് നന്മയുണ്ടാകണം, ഇവർ ഉയരണം. അപ്പൊ ആ സ്പിരിറ്റ് ഉണ്ട്.
ആ സ്പിരിറ്റ് ഉണ്ട്. ഇത് കൃപയിൽ നിൽക്കുന്നവരുടെ ഹൃദയത്തിലോ അല്ലെങ്കിൽ നീ കല്ല് അപ്പമായി തീരാനൊക്കെ ദൂതൊക്കെ വരും. അവനെ ആ നേരത്തെ ശാസിച്ച് പുറത്ത് കളയുന്നത് സത്യം അറിഞ്ഞതുകൊണ്ടാ. എന്നാൽ സത്യം അറിയാത്തവന്മാര്, ഒരിക്കൽ പോലും പുസ്തകം വായിക്കാത്തവന്മാർക്ക് എന്ത് മനസ്സിലാകാനാ? മനസ്സിലാകുന്നുണ്ടോ? പലപ്പോഴും പരീക്ഷകൻ അടുത്തു വരുമ്പോൾ തിരിച്ചറിയണം. പല പ്രസ്ഥാനങ്ങളും പരീക്ഷകൻ അതിന്റെ നടുവിൽ സ്വത്രം ആളുകളെ വാഴുകയല്ലേ വാസന്മാരുടെ നെഞ്ചത്ത് കയറുന്നുണ്ട്. കാര്യം അവരുടെ ആ ശുശ്രൂഷയിലൂടെ രോഗശാന്തി വരണം. കൈവച്ച ഉടനെ രോഗസൗഖ്യം വരണം. ഞാൻ പറയട്ടെ, അതിൻ്റെ അകത്തേക്ക് ആളുകൾ ഇടിച്ച് വലിയൊരു ജനപ്രവാഹത്തിന്റെ കാരണം എന്നാ, ചിലർക്ക് യഥാർത്ഥമായി സൗഖ്യം കിട്ടുന്നുണ്ടെന്ന്. ഇവിടെ ഞാൻ പറയാം, പെന്തക്കോസിന്റെ അകത്ത് കിടന്ന് നമ്മൾ പറയുമ്പോഴും അതിനകത്ത് സൗഖ്യമൊന്നും വരുന്നില്ല. ഇവിടെ കാർ നമ്പർ നോക്കി അവിടെ വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ അവിടെ വേറെ വീടും അഡ്രസ്സും കണ്ടുകൊണ്ട് സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്ന ഇങ്ങനെ ഈ ട്രിക്കൊക്കെ അവിടെ കാണും. പക്ഷേ അത് മാത്രമല്ല, യഥാർത്ഥത്തിൽ മറ്റൊരു ആത്മാവിനാൽ ശരിയായ ഹീലിംഗ് നടക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗങ്ങൾ സൗഖ്യമാക്കി. അവിടെ ചിലത് നടക്കുമെന്ന്. പരിശുദ്ധാത്മാവിനാൽ മാത്രമല്ല സൗഖ്യം നടക്കുന്നത്. ആ തെറ്റായ ചിന്ത അല്ലെങ്കിൽ ആ വചനത്തിന്റെ വിശാലത ഗ്രഹിക്കാത്തവരാണ് പരിശുദ്ധാത്മാവിൽ മാത്രമേ രോഗശാന്തി ഭൂതശാന്തി ഉള്ളെന്ന്. തെറ്റ്. മറ്റൊരാത്മാവിൽ നടക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവിലൂടെ പറയുമെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ലെന്നാണ് നമ്മളിവിടെ തറപ്പിച്ച് പ്രഖ്യാപിക്കുന്നത്. അല്ലേ? ഇവിടെ വായിക്കുന്ന അങ്ങനെയാണ്. ആമേൻ, വായിച്ചേ. ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. ന്യായവിധിയെ കുറിച്ചും തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ബോധിക്കുവാൻ കഴിയില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. കണ്ടോ? സത്യത്തിന്റെ ആത്മാവ് വന്നവർക്ക് മാത്രമാണ് ആ നടത്തിപ്പ് ഉണ്ടാകത്തുള്ളൂ. ഒരു കാര്യം പറയാം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തിക്ക് ആദ്യം പരിശുദ്ധാത്മാവ് തിരിച്ചറിവാണ് കൊടുക്കുന്നത്, സുബോധമാണ് കൊടുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അതാണ് അവൻ ആവശ്യം. ഞാൻ പറയട്ടെ, പബ്ലിക്കിന്റെ വെൽഫെയറിന് വേണ്ടി അല്ല, പൊതുസമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി നീയും ഞാനും കത്തി അസ്തോത്രം ചാരവാകാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ നഷ്ടപ്പെട്ടിട്ടല്ല ഒരു സമൂഹത്തെ ദൈവം പണിയുന്നത്. അങ്ങനെ പണിയുന്ന ആത്മാവുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ല. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. സ്വത്രം. നമ്മൾ പീഡനം അനുഭവിക്കും, കഷ്ടത അനുഭവിക്കുന്ന വിഷയമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നിനക്കാദ്യം തിരിച്ചറിവ് നിനക്ക് നൽകുന്നതാണ് പരിശുദ്ധാത്മാവ്. നിന്റെ അജ്ഞത മാറുന്നതാണ് പരിശുദ്ധാത്മാവ് ആദ്യം ചെയ്യുന്നത്. നിന്റെ കണ്ണിൽ വീണ ഇരുട്ടാദ്യം ദൈവം മാറ്റുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് കയറുന്ന ഒരു പരുവായിട്ടുണ്ട്. നമുക്ക് എടുക്കാം തെസ്സലോനിക്ക ലേഖനം, തെസ്സലോനിക്കരുടെ 2-ാം ലേഖനം, അതിന്റെ 2-ാം അധ്യായം, അതിന്റെ 5-ാം അധ്യായം, അല്ല 2-ാം അധ്യായം, അതിന്റെ 3-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. 2:3. 2 തെസ്സലോനിക്ക. ഇവിടെ ശ്രദ്ധിക്കണം. ഇത് തന്നെയാണ് നമ്മൾ അവിടെ യോഹന്നാന്റെ ലേഖനത്തിൽ അത് പറയുക, സഹോദരനെ സ്തോത്രം കയ്പായി ഇരിക്കരുത്, അല്ലെ, ഇടർച്ച വരുത്തരുത്. അപ്പോൾ ആരും ഏത് വിധേനയും നിങ്ങളെ നമ്മൾ ചതിക്കപ്പെടാതെ നോക്കേണ്ടത് ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് പരമപ്രധാന കാരണമാണ്. വരുന്നവരെല്ലാം പലതും പറയും. ഇത് ഏത് ആത്മാവിലാന്നുള്ളത് വിവേചിക്കാൻ കൃപ പ്രാപിച്ചിരിക്കണം. അല്ലാതെ ആത്മാവിനെ വിവേചിക്കാൻ പുനലൂരും പത്തനംതിട്ടയൊന്നും പോകണ്ട. നിന്നിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ, നീ ഇന്നിൽ ദൈവകൃപയുണ്ടെങ്കിൽ നിനക്ക് ഏതിരിക്കുന്നവനെ നിനക്ക് വിവേചിക്കാൻ പറ്റും. ഇവിടെ കിട്ടിയോ? പണ്ടൊക്കെ ഒരു 15 വർഷം മുമ്പൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോഴൊന്നും ഒരു മനുഷ്യന് പോകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒന്നും ഇല്ല. അവിടെയൊക്കെ ഇതിന്റെയൊക്കെ രക്ഷാകേന്ദ്രങ്ങൾ പലതും ഇപ്പൊ ശിക്ഷാകേന്ദ്രങ്ങളായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. പലരും വീണ് കിടക്കുകയാണ്. ശരിക്കും നോക്കുമ്പോ പലരുടെയും വായിന്ന് വീഴുന്നത് ഈ മറ്റേ അഭിഷേകം, മറ്റേ ആത്മാവിന്റെ മറ്റൊരു അഭിഷേകം, മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷത്തിന്റെ അഭിഷേകങ്ങളാണ് പലയിടത്തും പകരപ്പെടുന്നത്. ആളുകൾ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ഈ ദുരുപദേശം പറയുന്നവന്റെ ടീമിന്റെ കൂടെ ചെന്നിരിക്കുമ്പോൾ എന്നാ പ്രസൻസ് ആണെന്നാ പറയുന്നത്. ഈ പ്രസൻസ് ഏതാ? അത് പരിശുദ്ധാത്മാവല്ല.
ആമേൻ. ആ ആത്മാവ് ഇച്ഛിക്കുന്ന, ആ ആത്മാവ് അവിടെ വ്യാപരിക്കാൻ പ്രാപ്തമാകുന്ന ലോകകാര്യം പറയുമ്പോൾ ആ ആത്മാവ് ശക്തിയോടെ അവിടെ ഇടപെടുന്നുണ്ടെങ്കിൽ അതിന് ദൈവസാന്നിധ്യം എന്ന് പറയാനാ മകനെ കുരുടനായ നീ അവിടെ ചെല്ലേണ്ടി വരുന്നത്. ബന്ധനത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണത്. ആ ബന്ധനമൊന്നും അഴിയില്ല, മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ അറിഞ്ഞ് ഏറ്റെടുത്ത കെട്ടുകളാ. അത് അഴിയണമെന്നുണ്ടെങ്കിൽ നീ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധി മടങ്ങി വരണം. ഹല്ലേലൂയ. അനേകർ ഇന്ന് ധനസമ്പാദനത്തിന് കണ്ട ഒരൊറ്റ വഴി എന്താണെന്നറിയാവോ? തിരുവെഴുത്ത് കോട്ടുക, തിരുവെഴുത്തിലെ സത്യങ്ങൾ മറച്ച് മനുഷ്യന് കരണരസമാകുമാറുമുള്ള കാര്യങ്ങളിലേക്ക് തിരിക്കുക എന്നുള്ളതാണ് ഇന്ന് അനേകരുടെ അജണ്ട. കാര്യം ജനത്തിന് സുഖം കേട്ടാ മതി, ജനത്തിന് ഉയർച്ച കേട്ടാ മതി, ജനത്തിന് സമാധാനം കേട്ടാ മതി. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഒരക്ഷരം കേൾക്കണ്ട. ഇന്ന് വായിച്ചേ. ആരും ഏതുവിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും ആത്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. കണ്ടോ, എതിർ ക്രിസ്തുവിനെ കുറിച്ചുകൂടെ പറയുന്ന കാര്യമാണ്. അവൻ സമയത്തിന് മുമ്പ് വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. അതല്ലേ വായിച്ചേ? അതാണോ വായിച്ചേ? ഇവിടെ തടുക്കുന്നത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വിശുദ്ധന്മാർ ഭൂമിയിലുണ്ട്. കാര്യം അവർ സത്യവചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് പാപത്തെക്കുറിച്ച്. യേശു ക്രിസ്തു എന്തിനാ വന്നേ? മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട്. നമ്മളുടെ പ്രസംഗം 2000 വർഷം കഴിഞ്ഞ് ഇന്ന് ഞായറാഴ്ച ഇവിടെ പ്രസംഗിക്കുമ്പോൾ കാൽവറി ക്രൂശില് തകർക്കപ്പെട്ട, പാപനിമിത്തം തകർക്കപ്പെട്ട ദൈവപുത്രന്റെ ശരീരയാഗത്തെ കുറിച്ച് പ്രസംഗിക്കാനാണ് ദൈവാത്മാവ് ബലപ്പെടുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പാപത്തെക്കുറിച്ച്, അതുപോലെ പ്രസവം. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാതെ ഇരിക്കുന്നവരുണ്ട്, അവരുടെ മേൽ ന്യായവിധി വരുന്നു. അതുകൊണ്ട് അവർക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ച്, അതായത് പിതാവിന്റെ സന്നിധിയിലേക്ക് പുത്രനാകുന്ന യേശു ക്രിസ്തു കടന്നുപോയിട്ടുണ്ട്. നമുക്ക് ആരാണ് സ്വർഗത്തിലുള്ളത്? ആരാണ്? ചില മരണ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ, വീട്ടിലെ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിയുമ്പോൾ അനുശോചനം പറയുമ്പോൾ ഇനി നമുക്കൊരു ദിവസം കാണാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞ് എന്താ പഴവും വടയും ചായയും കുടിച്ചിട്ട് പോകുമ്പോ നമ്മൾ ചിന്തിക്കുന്ന തന്നെ ഇനി സ്വർഗത്തിലേക്ക് എന്നത് ഈ അച്ചാരെ കാണാൻ വേണ്ടി, അമ്മച്ചിയെ കാണാൻ വേണ്ടിയാണോ? ആരെ കാണാനാ പോകുന്നത്? സ്വർഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണാനാ പോകുന്നത്. ഈ കുറെ വർഷം നമ്മൾ ഇവരെയൊക്കെ ഭൂമി കണ്ടില്ലേ, നമ്മൾ അറിഞ്ഞല്ലോ ഇവരുടെയൊക്കെ സ്വഭാവം എന്നാന്ന്. നമുക്കിനി കർത്താവിനെയല്ലേ കാണണ്ടേ? ഇനിയെങ്കിലും ചിലർ ഇനി അവരെ കാണാനാണ് നടക്കുന്നത്. എന്താ മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാക്കുക. കർത്താവിനേക്കാൾ അധികമായി, എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ മക്കളെയോ സ്വത്തുകളെയോ കൊച്ചുമക്കളെയോ പ്രിയപ്പെടുന്നവൻ ആരും എനിക്ക് കൊള്ളാവുന്നവൻ അല്ല. അങ്ങനെയാണെങ്കിൽ ഈ സാക്ഷിയൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണ്ടേ? കാര്യം അവിടെ ചെല്ലുമ്പോൾ ഈ പ്രിയ മാതാവോ ഈ പ്രിയ പിതാവോ അവിടെ ചെന്നു മതി. ഹല്ലേലൂയ. കർത്താവിന്റെ രാജ്യത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മെ അവിടെ തന്റെ ഭവനത്തിൽ ചേർക്കുകയും എല്ലാ തലമുറയിലുള്ള വിശുദ്ധന്മാരെ തന്റെ ഭവനത്തിൽ പാർപ്പിക്കുകയും ചെയ്ത ആ പരിശുദ്ധനാകുന്ന ദൈവപുത്രനെ നോക്കുകയല്ല നമ്മൾ വേണ്ടത്. അല്ലാതെ പിന്നെ നമുക്ക് ഈ ലഭിച്ച ആരോഗ്യം, നമുക്ക് ഈ ലഭിച്ച ജ്ഞാനം, നമുക്ക് ഈ ലഭിച്ച പ്രാപ്തി ഇത് ദൈവത്താലല്ലേ ലഭിച്ചത്. പിന്നെ മനുഷ്യന് മഹത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം അധപ്പതിച്ചു നോർത്തോണം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. ആ വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് എന്താണ്? ആ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അടുത്തത്. കാരണം ഈ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മൾ അവിടെ കണ്ട സ്തോത്രം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം മുതൽ വായിച്ചേ. നമുക്കിത് ആവർത്തി നമുക്കിത് വായിച്ച് പഠിക്കണം, അല്ലെ? കാര്യം ഗ്രഹിക്കണം. വായിച്ചേ. വെളിപ്പാട് പുസ്തകം 12-ന്റെ 7-ാം വാക്യം. പിന്നെ സ്വർഗത്തിൽ
പിന്നെ സ്വർഗ്ഗത്തിൽ യുദ്ധമുണ്ടായി. വായിക്ക്. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. ഇവിടെ ശ്രദ്ധിക്കണം, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. അടുത്തത് ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. കണ്ടോ, ശ്രദ്ധിക്കണം, സാത്താനും അവന്റെ ദൂതന്മാരും ചെറിയ ടീമല്ല, തിരിച്ച് ദൈവത്തിന്റെ പ്രധാന കെരൂബാകുന്ന മീഖായേലിനോട് തിരിച്ച് യുദ്ധം ചെയ്യുവാൻ സന്നദ്ധരാണ്, ശക്തരാണ്. സാത്താനെ ചെറുതായിട്ട് കാണരുത്. പിടികിട്ടിയോ? ആമേൻ. അവർ തിരിച്ചു യുദ്ധം ചെയ്തു. അപ്പോൾ മനസ്സിലാക്കണം, 3-1 ദൂതഗണങ്ങൾ വാഴ്ച കാത്തുകൊള്ളാതെ ഇറങ്ങിപ്പോയതാണ്. അവരാണ് ഈ ദൂതഗണങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? അതായത് അഗ്നിമയ രഥങ്ങളുടെ ഇടയിൽ നിന്ന് ലൂസിഫറിനെ മുടിച്ചു കളഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിൽ സാഹസം കൊണ്ട് നിറഞ്ഞു, അല്ലേ? അപ്പോൾ ഈ സാത്താന്, പിശാച് എന്ന് പറയുന്ന പഴയ പാമ്പന്, അല്ലേ? അത് 9-ാം വാക്യം തുറന്ന് വായിച്ചേ. ഇവിടെ ശ്രദ്ധിക്കണം, അതിന്റെ ഐഡന്റിറ്റി ശ്രദ്ധിച്ചോണം. പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ 4 കാര്യങ്ങൾ അവിടെ കിടക്കുന്നത്. ഏതൊക്കെയാണ്? പിശാച്, സാത്താൻ, മഹാസർപ്പം, പഴയ പാമ്പ്. കണ്ടോ? മഹാസർപ്പം, പഴയ പാമ്പ്, സാത്താൻ, പിശാച്. മനസ്സിലാക്കണം, ഇതിന്റെ യൂണിറ്റ് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും പേരാണ് ആരോട് യുദ്ധം ചെയ്യുന്നത്? സ്തോത്രം. ആരോട് യുദ്ധം ചെയ്യുന്നത്? സ്തോത്രം. ദൈവത്തിന്റെ ദൂതന്മാരോട് യുദ്ധം ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് എന്താ അവിടെ നടന്നത്? എന്താണ്? അവിടെ ദൈവത്തിന്റെ സഭ സ്വർഗത്തിലേക്ക് കയറുകയാണ്, അല്ലേ? ആ ദൈവസഭയിലേക്ക് അവിടെ കയറുന്ന രംഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അവിടെ വായിക്കുന്നത്, സ്തോത്രം, അതിന്റെ 11-15 വായിച്ചേ. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം. കണ്ടോ? കർത്താവും ഊതിയപ്പോൾ ലോകരാജ്യത്തും നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. എപ്പോഴാ? നാം ദൈവസന്നിധി ചെല്ലുമ്പോൾ. ദൈവസന്നിധി ചെല്ലുമ്പോഴാണ് അത് ഫിനിഷ് ആകുന്നത്. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്നവൻ ആരാണ്? ഈ പറഞ്ഞ മഹാസർപ്പം, സാത്താനും പിശാച് എന്ന് പറയുന്ന മഹാസർപ്പം എന്ന പഴയ പാമ്പ്. ഇവൻ എവിടെ കിടക്കുകയാണ്? സ്വർഗത്തില്, 2-ാം സ്വർഗത്തില്, ഈ ദൂതമണ്ഡലത്തിൽ ഈ സാധനം കിടക്കുകയാണ്. മനസ്സിലാവുന്നു? നക്ഷത്ര മണ്ഡലത്തില് ഈ സാധനം കിടന്നിട്ട് ദൈവസന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശനത്തില് ഇതിന് തടസ്സമായിട്ട് അവകാശം വരികയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ദാനിയേൽ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ പാർസി പ്രഭു, ഹല്ലേലൂയ, സ്തോത്രം, ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടുത്തു. ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് അന്യഭാഷ അടയാളത്തോടെ തന്നിരിക്കുന്നത്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. ആര് തിരിച്ചറിയുന്നില്ലല്ലോ. അവിടെയും സാത്താൻ കൊണ്ടുവന്ന് ഓരോ ഇടർച്ച വെച്ചിട്ട് പറഞ്ഞ് അന്യഭാഷ തെറ്റാ, അത് ആർക്കും മനസ്സിലാകുന്നില്ല, കലവിലയാ, അത് മനുഷ്യന് മനസ്സിലാകും. ഇതൊക്കെ പിശാച് പറയുന്നതാണ്. കാരണം ദൈവത്തിന്റെ ആത്മാവിനെ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കുവാൻ മനുഷ്യർക്ക് കൃപ ലഭിച്ചെങ്കിൽ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, സ്വർഗത്തിലെ ദൈവം അത് കേൾക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം, ദാനിയേലിന് ഇങ്ങനെ ഒരു പ്രാർത്ഥനയില്ലായിരുന്നു. വാതുറന്നുള്ള പ്രാർത്ഥന അത് തടുക്കേണ്ടതിന് പാർസി പ്രഭു വഴിയിൽ തടഞ്ഞു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധി ചൊല്ലുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇവിടെ ലഭിക്കുന്നുണ്ട്. കാര്യം ഈ തടുക്കുന്നവനെ എന്നേക്കും മാറ്റിക്കളഞ്ഞ് നമ്മെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നത് വരെയും ഹല്ലേലൂയ, സ്തോത്രം, എതിർ ക്രിസ്തുവിന് ഭൂമിയിൽ വെളിപ്പെടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആഴമുള്ള വിഷയമാണ് ഈ പറയുന്നത്. എങ്കിലും ഈ കാര്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സർപ്പത്തോട് യുദ്ധമുണ്ടായി, അല്ലേ? അവൻ എന്ത് സംഭവിച്ചു? അവൻ 1-ാം ഭാഗം ഭൂതത്തെ തെറ്റിച്ചു കളഞ്ഞ പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും കൂടെ തള്ളിക്കളഞ്ഞു. അടുത്ത വാക്യം 10 മുതൽ. ഞാൻ സ്വർഗ്ഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്. ഇവിടെ ശ്രദ്ധിക്കണം, ഈ വാക്യവും 10-ാം വാക്യവും 11-ന്റെ 15-ാം വാക്യവും ഒരു സംഭവമാണ്. വായിച്ചേ. അപ്പോൾ ഞാൻ സ്വർഗ്ഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും ക്രിസ്തുവിന്റെ ആധിപത്യം തുടങ്ങിയിരിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിന്റെ ആധിപത്യം തുടങ്ങി. ഈ ക്രിസ്തുവിന്റെ ആധിപത്യം ഈ നമ്മൾ അവിടെ ചെല്ലുന്നത് വരെയും ആധിപത്യം തുടങ്ങുന്നില്ല.
അതായത് കാന്ത മണവാളന്റെ അടുക്കൽ ദൈവ വിശുദ്ധ സഭ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോഴാണ് സ്തോത്രം ഈ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കണം. എബ്രായ ലേഖനത്തിൽ പറഞ്ഞു സ്തോത്രം തമക്ക് മുമ്പേ രക്ഷാപൂർത്തി പ്രാപിച്ച അല്ലെങ്കിൽ രക്ഷാപൂർത്തി മുമ്പിലത്തെ വിശുദ്ധനെ പ്രാപിക്കാതിരിക്കേണ്ടതിന് നമ്മൾ ചെല്ലുന്നത് വരെ നമുക്കൊന്ന് സ്വർഗത്തിലെ പിതാവ് നമുക്ക് മുൻകണ്ടിരുന്നു. അതുകൊണ്ട് നമ്മളും കൂടെ ചെല്ലുമ്പോൾ മാത്രമാണ് അവരെ അത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലാക്കണം, ആഴമുള്ളൊരു കാര്യമാണ്. ഈ രണ്ട് വാക്യം ഒരു കാര്യം പറയുമ്പോൾ ഇതിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഇവനോട് യുദ്ധം ചെയ്തു അല്ലേ? യുദ്ധം ചെയ്തു. ആരെ? അവനെ അവിടെ നിന്ന് മാറ്റി വിട്ടു. സ്തോത്രം. അവിടെ വായിക്കുന്നത് സ്തോത്രം അതിന്റെ 12-ാം വാക്യം വായിച്ചേ. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നതിനായുള്ളവയെ ആനന്ദിപ്പീൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. കണ്ടോ? അപ്പോൾ ജാതികൾ കോപിച്ചു. ജാതികളുടെ കോപത്തിന്റെ ഒടുവിൽ ദൈവസഭയിലേക്ക് സ്വർഗത്തിലേക്ക് ദൈവസഭ എടുക്കപ്പെട്ടു. ദൈവസഭ എടുക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് ദൈവത്തിന്റെ കോപം, ജാതികൾ കോപിച്ചു നിന്റെ കോപം വന്നു. മനസ്സിലാകുന്നുണ്ട്? ഇതുവരെ ജാതികളുടെ മനുഷ്യന്റെ കോപമായിരുന്നു. അതിന്റെ അവസാനം ഇപ്പൊ ദൈവകോപം വെളിപ്പെടുക. പിതാവിന്റെ കോപം ഭൂമിയുടെ മേൽ വെളിപ്പെടുമ്പോൾ ദൈവസഭ ഭൂമിയിൽ കാണരുത്. ദൈവസഭ സ്വർഗത്തിൽ ചെല്ലണം. അടുത്ത ഈ കാര്യം ശ്രദ്ധിക്കണം. അവിടെ ഭൂമിയിലും സമുദ്രത്തിലും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ കണ്ടോ നിങ്ങളുടെ അടുക്കൽ കണ്ടോ ഇവൻ ഈ ഇറങ്ങി ഭൂമിയിൽ എത്തുമ്പോഴാണ് നമ്മൾ ആ തെസ്സലോനിക്ക ലേഖനത്തിന്റെ അകത്ത് വായിച്ചതുപോലെ സ്തോത്രം തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകാൻ മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അപ്പോൾ ഇവർ ഇറങ്ങി ഭൂമി വരുമ്പോഴാണ് ഇവർ വെളിപ്പെടുന്നത്, പൂർണ്ണതോതിൽ വെളിപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് തടുക്കുന്നത് ആരാണ്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ദൈവസഭ ഭൂമിയിൽ തടുക്കുന്ന കാര്യം സ്വർഗത്തിലില്ല. ഭൂമിയിൽ തടുക്കുന്നത് പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ട്. പരിശുദ്ധാത്മ വിശുദ്ധന്മാരുടെ ഹൃദയത്തിലുണ്ട്. ദൈവാത്മാവിനാൽ വിശുദ്ധന്മാർ നടത്തപ്പെടുകയാണ്, ഒരുക്കപ്പെടുകയാണ്. കാഹളം നലിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ എടുക്കപ്പെടും. അപ്പോൾ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ സാത്താനെ അവന്റെ ഇടത്തിൽ നിന്ന് നീക്കിക്കളയേണ്ടതിന് ദൈവത്തിന്റെ ദൂതൻ അവിടെ നിന്ന് ഇറങ്ങി തന്റെ സൈന്യം ഇറങ്ങി മഹാസർപ്പത്തോട് പടവെട്ടു. മഹാസർപ്പം അവന്റെ ദൂതന്മാരെ തിരിച്ചു പടവെട്ടു. അവിടെ നിന്ന് അവനെ നീക്കിക്കളഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് ഈ സാത്താൻ എവിടെ വീഴുകയാണ്? ഭൂമിയിലേക്ക് വന്ന് വീടും. അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത്. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി. അപ്പൊ ഇവ ക്രോധത്തോടെ ഇറങ്ങി വരുന്ന, ആ ക്രോധത്തോടെ ഇറങ്ങി വരുന്നത് എന്തിനാണെന്നറിയാമോ? അവിടെ അതിന്റെ 12-ന്റെ 3-4 ഒന്ന് വായിച്ചേ. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി ഒരു മഹാസർപ്പം അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. സ്ത്രീ ഉടനെ കുട്ടിയെ തിന്നു കളഞ്ഞു. തളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെ ഇരുമ്പുകൾ കൊണ്ട് മേയ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. അപ്പോൾ എടുക്കപ്പെട്ടു. അടുത്തത് സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം ഓർക്കേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, അത് എപ്പോഴാണ് സംഭവിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. അവിടെ മുതലാണ് ആ കാര്യം മനസ്സിലാക്കുന്നത്. ദൈവകോപത്തിന്റെ സമയത്താണ് ഇത് വരുന്നത്. അതിനു മുമ്പ് ആൺകുട്ടിയാകുന്ന ദൈവസഭ സ്വർഗത്തിലേക്ക് ചെന്നു. അപ്പോൾ ഇതിനെ പ്രസവിച്ച ഇസ്രായേലിന് നേരെ യുദ്ധം ചെയ്യാനാണ് ഈ എതിർ ക്രിസ്തു ഇറങ്ങി വരുന്നത്. എതിർ ക്രിസ്തു മഹാസർപ്പം വന്നിട്ട് ഭൂമിയിൽ ആയിരിക്കുന്ന എതിർ ക്രിസ്തുവിന് ശക്തി കൊടുക്കും. ആമേൻ. നമ്മൾ 13-ന്റെ 1 മുതൽ വായിച്ചേ. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്നും കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുലിക്ക് സദൃശവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിന്റെ വായ പോലെ ആയിരുന്നു. അതിന് മഹാസർപ്പം നല്ല ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. കണ്ടോ? ഇപ്പൊ ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഭൂമിയിൽ ഇറങ്ങി വരണം. അപ്പൊ ഇത് സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഇവൻ വെളിപ്പെടത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ട്? ഇവിടെ എതിർ ക്രിസ്തു ഉണ്ടെങ്കിലും അത് വെളിപ്പെടാത്തിന് കാര്യം മഹാസർപ്പത്തെ
അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് അവനെ തള്ളിക്കളയുമ്പോൾ മാത്രം അവൻ ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഭൂമിയിലായിരിക്കുന്ന എതിർ ക്രിസ്തുവിന് പൂർണ്ണ തോതിൽ ശക്തി ലഭിക്കത്തുള്ളൂ. അപ്പോൾ സ്വതന്ത്രം ഈ സർപ്പം, മഹാസർപ്പം എന്നത് സാത്താൻ, അവൻ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമക്കൾക്കെതിരെ ദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം, അവൻ ദൈവസന്നിധിയിൽ ചെന്ന് ഭൂമിയിലിരിക്കുന്ന ദൈവമക്കളെ കുറിച്ച് രാപ്പകൽ അപവാദം പറയുന്നവനാണ്. മനസ്സിലാകുന്നുണ്ടോ? ആ അപവാദം പറഞ്ഞുകൊണ്ടിരുന്ന അവനെ അവിടെ ഇടത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് അവൻ അവിടെ കയറി ചെല്ലാൻ പറ്റത്തില്ല. കാര്യം അവിടെ ആരുണ്ട്? ഇതുവരെയും അപവാദം ആരുടെ മേൽ ചുമത്തിയോ അവരെല്ലാം എവിടെയുണ്ട്? ഇപ്പൊ സ്വർഗത്തിലുണ്ട്. നമ്മളിപ്പോ അവിടെ ചെന്നിരിക്കുമ്പോൾ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആയുസ് മുഴുവൻ ഇന്ന് പകൽനേരം ഈ യോഗം നടക്കുമ്പോൾ എന്നോട് പോരാടുന്ന വൈശാചിക ശക്തി സ്വർഗത്തിൽ കയറി വരുമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ നമ്മുടെ ആത്മശരീരം പ്രാപിച്ച്, തേജസ്സുള്ള ശരീരം പ്രാപിച്ച് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുക. ആരെങ്കിലും വിടുവോ? ഈ വെളിപ്പാടും പ്രത്യാശയും പരിശുദ്ധാത്മാവിനും മാത്രമേ വരാൻ കഴിയത്തുള്ളൂ. മറ്റേ ആത്മാവിന് വരാൻ കഴിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സ്വർഗത്തിൽ നമ്മൾ ചെന്നു, അവിടെ കർത്താവിനോട് കൂടെ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ ശക്തിക്ക് പിന്നെ അവിടെ വരാൻ കഴിയത്തില്ല. അടുത്ത് എന്താണ്? ഇവൻ ഇറങ്ങി വന്ന് ഇസ്രായേലിന് നേരെ യുദ്ധം ചെയ്യുവാനായിട്ടാണ് ഇറങ്ങി വരുന്നത്. മനസ്സിലാവുന്നോ? ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ സ്തോത്രം അവരോട് പോരാടേണ്ടതിനാണ് മരുഭൂമിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്, അല്ലേ? അപ്പോൾ ആ വിഷയമാണ് നമ്മൾ ഇനി കാണുന്നത്. അവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വായിക്കും, നമ്മൾ തുടർന്ന് വായിച്ചേ. മൃഗത്തിന്റെ അധികാരം 13:3 മുതൽ വായിച്ചേ. 13:2 മുതൽ ഞാൻ കണ്ട മൃഗം അല്ല, അതിലെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യം. അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന്റെ തലകളിലൊന്നും മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തു പോയി സർവ്വഭൂമിയിലും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ എന്റെ ഹൃദയത്തിലേക്ക് വന്നൊരു കാര്യം പറയാം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തിലായിരുന്നല്ലോ അമേരിക്കയില് ആ ഒരു പ്രസിദ്ധനാകുന്ന ആ വ്യക്തി ചാൾസ് കിർക്ക് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മരണപ്പെട്ടു. വെടിയേറ്റ് മരണപ്പെട്ടു. കഴുത്തിനാണ് വെടിയേറ്റത്. ഈ പുറത്തെ സ്പൈൻ കട്ട് ചെയ്ത് വെടിയുണ്ട വന്നു. 306 എന്ന് പറയുന്ന റൈഫിളിന്റെ, അതായത് ആ കാട്രജിന്റെ അകത്തു നിന്നുള്ളതാണ്. ഹെവി എന്താ പറയുക, കപ്പാസിറ്റി ഉള്ള ഒരു ഇതാണ്, പെനിട്രേറ്റിംഗ് പവറുള്ള കാട്രിജ് ആണ് അവർ ഉപയോഗിച്ചത്. 306 എന്നുള്ള 308 ഒക്കെ ഇവിടെയാണ്. 306 എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹണ്ടിങ് റൈഫിളാണ് സാധനം, അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആ സാധനം സ്കോപ്പ് വെച്ച് ഫയർ ചെയ്തു. ആ നേരത്തെ വെടിയേറ്റ് ആ വ്യക്തി മരണപ്പെട്ടു. അപ്പോ ഇതിനു മുമ്പ് നമ്മൾ അമേരിക്കയുടെ നമ്മൾക്കറിയാം, ട്രംപിനെ ഒരു തവണ വെടിവെക്കാനായിട്ട് വെച്ചു. അപ്പൊ അവന്റെ ചെവിയിൽ എങ്ങാണ്ട് കൊണ്ടു, ജസ്റ്റ് മിസ്സിങ്, അത് മരണപ്പെടാതെ മാറ്റപ്പെട്ടു. അങ്ങനെ ഈ പ്രശസ്തിയിലേക്ക് വരുന്നവരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു പ്രവണത നമുക്കറിയാം. വെടിയേറ്റ് മരിച്ച എത്രയോ നേതാക്കന്മാരുണ്ട്, അല്ലേ? അപ്പോൾ പ്രശസ്തനായി വരുന്ന വ്യക്തിയെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ മരണം മുഖാന്തരം ആ വ്യക്തിക്ക് ഒരിക്കലും വാഴാൻ കഴിയത്തില്ലെന്നുള്ള ഒരു വലിയ ഒരു തീരുമാനം മനുഷ്യരുടെ എല്ലാ ഹൃദയത്തിലുണ്ട്. എന്നാൽ ഈ എതിർ ക്രിസ്തു എന്ന വ്യക്തി അന്ന് വാഴുമ്പോൾ വളരെ പ്രശസ്തിയിലേക്ക് വരും. ഈ വ്യക്തിയെ വെടിവെച്ച് എപ്പോഴും ഇത് സംഭവിക്കുന്ന സമയത്ത് സഭ ഭൂമിയിലില്ല, സഭ സ്വർഗത്തിലാണ്. കാരണം ഇവിടെ ഈ അതിശയം പൂർണ്ണമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ എതിർ ക്രിസ്തു അതിന്റെ ശക്തി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ സഭ ഇവിടെ കാണരുത്. ശ്രദ്ധിക്കണം, ഈ എതിർ ക്രിസ്തുവിന്റെ ഈ ശരീരം അത്ഭുതം ചെയ്യുന്ന ശക്തിയാണെന്ന് ഓർക്കണം. സഭയ്ക്കകത്ത് മറ്റൊരു യേശുവിലും മറ്റൊരു സുവിശേഷത്തിലും വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് അതിങ്ങനെ പ്രശസ്തിയിലേക്ക് വരുന്നതിന് കാരണം. ഇതെല്ലാം ഈ ജനത്തെ എല്ലാം കൂട്ടിക്കൊണ്ടുപോയി എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശത്തിന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടാണ് ഇവരെല്ലാം പോകുന്നത്. കാര്യം ഇവർക്ക് ആർക്കും ക്രിസ്തുവിനെ രക്ഷകനായിട്ട് കാണുക, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ച് ഇവർക്ക് പ്രസംഗിക്കാൻ കഴിയാത്തതിന് കാര്യം അവരിൽ ഇരിക്കുന്നത് ഈ എതിർ ക്രിസ്തുവിന്റെ അഭിഷേകമാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് അങ്ങോട്ട് വരും. അപ്പോൾ ഇവരിൽ ഇത് പൂർണ്ണ തോതിൽ വെളിപ്പെടുന്ന എപ്പോഴാണ്? ദൈവസഭയിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഇവരിലൂടെ ഭയങ്കര അഭിഷേകങ്ങൾ നടക്കും. പിടികിട്ടിയോ? അങ്ങനെ വരുമ്പോൾ ഇവരുടെ വഞ്ചനയാൽ ചതിക്കപ്പെട്ട ഒരു കൂട്ടർ ഈ ഭൂമി കാണും. അവർ കൈവിടപ്പെട്ട് കിടക്കുക. അവരോട് യുദ്ധം അവർ പിടിച്ചു നിൽക്കും.
അവരുടെ പുസ്തകത്തെ എതിർക്കാൻ നോക്കും, പക്ഷെ അവർക്ക് ജയിക്കാൻ കഴിയത്തില്ല. എതിർ ക്രിസ്തു അവരെ ജയിക്കും. വായിച്ചേ, തുറന്നു വായിച്ചേ. വായിച്ചേ. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുള്ളിക്ക് സാദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിന്റെ വായ പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പത്തിന്റെയും 4 വായിക്ക്. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ അതിനോട് വിരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. അടുത്തത് വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിനെ ലഭിച്ചു. വമ്പും ദൂഷണവും പറയുന്ന വായ അതിന് ലഭിച്ചു. 42 മാസം അധികാരവും ലഭിച്ചു. അടുത്തത് അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദൂഷിക്കുവാൻ ദൈവദൂഷണത്തിനായി. കാര്യം ഇവൻ സ്വർഗത്തിൽ ഇരിക്കുന്നവരെ ദൂഷിക്കുന്നു. ഇവന്റെ സ്വർഗത്തിൽ ഇരുന്നപ്പോൾ ഇവന്റെ പണിയതായിരുന്നു. അവിടെ ഇരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ സ്തോത്രം, അവിടെ വായിക്കുന്നതിന്റെ 12:10 വായിക്കുന്നത്, അപ്പോൾ സ്വർഗത്തിൽ മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യത്വവും അവന്റെ ക്രിസ്തുവിന് ആധിപത്യം തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞുവല്ലോ. അപ്പോൾ ഭൂമിയിൽ വന്നാൽ ആ സ്വഭാവം കാണിക്കാനുള്ളൂ. ഇവിടെ വന്ന് അവിടുത്തെ കുറ്റം പറയും, അവിടെ ഇരുന്നോണ്ട് ഇവിടുത്തെ കുറ്റം പറയും. മനസ്സിലാവുന്നുണ്ട്? ഇത് പിശാചിന്റെ സ്വഭാവമാണ്. സ്വർഗത്തിലിരുന്ന് ഭൂമിയിൽ ഇരിക്കുന്നവരുടെ കുറ്റം പറയും. ഭൂമിയിലേക്ക് തള്ളപ്പെട്ടാൽ സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദൈവാലയത്തെ കുറിച്ചോ അവന്റെ സ്വർഗത്തിലെ മന്ദിരത്തെ കുറിച്ച് കുറ്റം പറഞ്ഞ് ഭൂമിയിൽ ഇളക്കം ഉണ്ടാക്കും. അപ്പൊ ഇവന്റെ സ്ഥാനമില്ല. ഇവന്റെ ആകെ കിട്ടുന്ന സ്ഥാനം മറ്റൊരുവന്റെ കൃപയിലിരിക്കുന്നവന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നതാണ് പിശാചിന്റെ ഒന്നാമത്തെ സ്വഭാവം. പിടികിട്ടിയോ? അപ്പോൾ അത് അവിടെ കാണിക്കും. അവിടെ കാണിച്ചു കഴിയുമ്പോൾ അടുത്ത് സംഭവിക്കുന്ന എന്താണ്? സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിക്കുവാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. 7-ാം വാക്യം, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാനും അതിന് അധികാരം ലഭിച്ചു. അടുത്തത്, സകല ഗോത്രത്തിലും വംശത്തിലും ഭാഷയിലും ജാതിയിലും അധികാരം ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാന്റെ ജീവപുസ്തകത്തിൽ പേര് എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിന് കണ്ട് നമസ്കരിക്കും. ഈ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലെന്ന് നോക്കണം. ഈ മറ്റേ അഭിഷേകം, മറ്റൊരു സുവിശേഷം, മറ്റൊരു യേശുവിന്റെ കീഴിൽ നിന്ന് പ്രാപിക്കുന്ന അഭിഷേകമുള്ളവരുടെ പേര് ജീവപുസ്തകത്തിൽ ഇല്ല. കാര്യം അവരിൽ ഇരിക്കുന്ന ആത്മാവ് എതിർ ക്രിസ്തുവിലേക്ക് നടത്താൻ വേണ്ടി ദൈവപുത്രനാകുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പിതാവായ ദൈവം തന്നെ അവരുടെ മേൽ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുകയാണ്. ആ ആത്മാവ് അവരെ നടത്തുന്നത് എതിർ ക്രിസ്തുവിന്റെ അടുക്കലേക്കാണ്. ആ എതിർ ക്രിസ്തുവിലേക്ക് നടത്തപ്പെടുന്ന ഒരു വ്യക്തിയുടെ പോലും പേര് ജീവപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പൊ അവരുടെ ഒന്നും പ്രസംഗത്തിനോ ശുശ്രൂഷയിലോ ജീവപുസ്തകത്തിന്റെ മഹത്വമോ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പ്രസംഗിക്കാതെ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുകയില്ല. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വെളിപ്പെടുത്താത്ത ഒരുവൻ ഒരിക്കലും യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ കഴിയത്തില്ല. ഇതിനെ പ്രസംഗിക്കാതെ ലോകമോഹവും ലോകസുഖത്തെയും പ്രസംഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും. ഒരു തടസ്സവും ഇല്ല. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഭിന്നിച്ചു നിൽക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിക്കോണം. അടുത്ത് ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്നുണ്ട്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. അല്ലേ? അതിന്റെ 7-ാം വാക്യം പറയുന്നത്, വിശുദ്ധന്മാരിൽ യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അതിന് അധികാരം ലഭിച്ചു. അപ്പോൾ മനസ്സിലാക്കണം, കൈവിടപ്പെട്ട് കിടക്കുന്നവരോട് യുദ്ധം ചെയ്യും, അവരെ ജയിക്കും. അന്ന് പ്രാർത്ഥിച്ചു ഉപസിച്ചൊന്നും പിടിച്ചു നിൽക്കത്തില്ല. അന്ന് വേറെ ഒരു പരിപാടി കൊണ്ട് അന്ന് ജയിക്കത്തില്ല. കാര്യം പിതാവായ ദൈവത്താൽ തന്നെ ഇവിടെ തള്ളപ്പെട്ടവന് പൂർണ്ണ അധികാരം കൊടുത്തിരിക്കുകയാണ് ഈ ഭൂമിയിൽ വാഴുവാൻ. അതുകൊണ്ട് അന്ന് ആരെങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ട് രക്ഷ പ്രാപിക്കാൻ വിചാരിക്കരുത്. വ്യാജം പ്രശംസിക്കുന്നവരും പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നവരും സുവിശേഷം വാസ്തവമായി പ്രസംഗിക്കാത്തവന്റെ അടുക്കൽ നിന്ന് മാറിപ്പൊക്കോണം. ന്യായവിധി വളരെ കഠിനമായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഹാലലൂയ, സ്തോത്രം, ഹാലലൂയ, സ്തോത്രം. ദൈവസന്നിധിയിൽ ഇരുന്നായിരുന്നു ശൗല്. അവൻ ദൈവസന്നിധിയിൽ നിന്ന് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, ദാവീദിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിൽ നിന്ന് മറ്റൊരു ആത്മാവ് ഒന്ന് ശൗലിനെ നടത്താൻ തുടങ്ങി. ഇതേ അനുഭവം വരാൻ തുടങ്ങും. വളരെ ശ്രദ്ധിക്കണം. അടുത്തത് ശ്രദ്ധിക്കണം. അടുത്ത വാക്യം, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ
നമസ്കരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്തത്, അടിമയായി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം കൊണ്ട് ആവശ്യം. മനസ്സിലാക്കണം, അവിടെ അന്ന് നമുക്ക് വേണ്ട എന്താണ്? സ്വന്തം വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം കൊണ്ടും ആവശ്യം. ഈ വിശ്വാസവും സഹിഷ്ണുതയും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വായിച്ച ആ വാക്യത്തിന്റെ പത്രോസിന്റെ ലേഖനത്തിന്റെ അകത്ത് ഇത് നിമിത്തം നിങ്ങൾക്ക് ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ നിഷ്ഫലന്മാരായിരിക്കുമെന്ന് പറയുന്ന ആ ഒരു റൂട്ടിനെ കുറിച്ച് ആദ്യം പറഞ്ഞല്ലോ. അവിടെ പറയുന്നത് വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതി സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. അപ്പോൾ മനസ്സിലാക്കണം, അന്ന് സ്വന്തം ആ അവസ്ഥയിൽ വീണുപോകുന്ന ഒരു വ്യക്തിയില് ഈ പരിശുദ്ധാത്മാവിനാൽ ഈ വിധത്തിലുള്ള സ്വന്തം ഫലങ്ങൾ പുറപ്പെടുവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. അതായത് സ്വന്തം മറ്റൊരു അഭിഷേകത്തിന് കീഴിൽ ഒരിക്കലും ശുദ്ധീകരണത്തെക്കുറിച്ചും കഷ്ടത്തെക്കുറിച്ചും എല്ലാം വികലമായ കാഴ്ചപ്പാടുള്ളതെന്ന് ഒരുവന്റെ ഒരിക്കലും ആത്മീക വളർച്ച അവിടെ നടക്കുന്നില്ലെന്ന് മനസ്സിലാക്കണം. എന്നാൽ ആത്മീക വളർച്ചയ്ക്കായി പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് കീഴിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ട് ആ കൈവിടപ്പെട്ടു പോയി എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ വീണ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവന് മരണം വരികയല്ലാതെ വേറൊരു വിധത്തിൽ ദൈവത്തിലേക്ക് വരാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു രക്തസാക്ഷിയുടെ പങ്കിലേ ഉള്ളൂ, വിശുദ്ധന്മാരുടെ പങ്കിലില്ലത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് കർത്താവിന്റെ വരവിനായിട്ട് കാത്തു സൂക്ഷിക്കാം. കർത്താവിന്റെ കൃപയ്ക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളെ സ്വർഗ്ഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട ഈ വചനത്തിന്റെ മുമ്പ് കർത്താവിന്റെ മഹത്വം